ജീവിതം പഠിക്കണമെങ്കിൽ ജീവിതം പഠിക്കേണ്ട ആവശ്യമില്ല, ബിടെക് പഠിച്ചാൽ മതി. ഓഫായി എങ്ങനെ വൈറ്റ് ആവും, ബ്ലാക്ക് ആവൂലേ? ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മിന്നാമിനിങ്ങാണോ? അതായത് ഇനി ഫുഡ് ഉണ്ടാക്കൂല, ഞാൻ ഉണ്ടാക്കണ എന്താണ് ഇവിടെ എന്താണ് അവർക്ക് കൂടെ ഉണ്ടാക്കി വെച്ചേക്കാണ് കാക്കാവുന്ന മുട്ടയുടെ. ഈ ഗവൺമെന്റ് ഓഫീസിലൊക്കെ എന്തെങ്കിലും സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ കയറി ഇറങ്ങൂല, അതേപോലെ കയറി ഇറങ്ങൂലേ? അതുപോലെ കയറി ഇറങ്ങണ്ട, ഇത് പെട്ടെന്ന് കയറി ഇറങ്ങി. നമ്മളിങ്ങനെ കമത്തിയാല് വീടില്ല, കണ്ടോ? എന്റെ പൊന്നെ, ഞാൻ ഡൗട്ട് തന്നെ ചോദിച്ചോളൂ. എന്ത് ചോദിച്ചു? ഈ കേക്കിന്റെ റേറ്റ് എത്രയാണ്? കൊണ്ടുവച്ച് പാസ്. എനിക്ക് സത്യം പറഞ്ഞ ക്ഷമയില്ലാത്തൊരു ആളാണ്. ആ ബ്രാൻഡാണ്. കേക്ക് ചെയ്യാൻ നല്ല പാടാണല്ലേ. ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള എഫക്റ്റ് ആണ് കൂട്ടുകാരെ. ഇതിന് എത്ര നാളെ കിണ്ടിണ്ടി ഇരിക്കണം കോളിയെ പോലെ? മതിയില്ലേ? എന്നാ തുമ്പി പോറാമോ എന്നോട് ഇഷ്ടം കൂടാമോ? പൂക്കൾ പൂക്കും തരുണം ആരുയിരേ പാത്തതാരുമില്ലയേ. അടപ്പളവ് നിൽക്കാതുകൊണ്ട് അടപ്പോടെ പോയി കാണാൻ പറ്റുന്നില്ലല്ലേ. ഹലോ, എന്താണ് ചെയ്യാൻ പോണത് കൂട്ടുകാരെ? നമ്മള് ഇന്ന് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ചോക്ലേറ്റ് കേക്ക്. ഓക്കെ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഓർത്തു കേക്കിനെ ഇന്ന് നമുക്ക് ബേക്കിംഗ് പഠിപ്പിക്കാം. അയ്യോ അയ്യോ, ഫസ്റ്റ് കാപ്പി, ഇത് കേക്ക്. കൊള്ളാം. കോഫി തെറ്റി വെച്ചല്ലേ ഇനി അടുത്ത ദിവസം നമുക്ക് ബിപിനെ വിളിക്കാം. അതായത് ഇനി ഫുഡ് ഉണ്ടാക്കൂല, ഞാൻ ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നട്ടാ. സിംബോളിക്കലി അല്ല, ബേക്കിംഗ് ഞാൻ തന്നെ ചെയ്യും. സിഗ്നേച്ചർ ടച്ച് ഇങ്ങനെ ജസ്റ്റ് കേക്ക് എന്നാ അറിഞ്ഞിരിക്കാം എന്നുള്ളത്. അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് ഉണ്ടാക്കി തരാൻ തോന്നിയാലോ? മനസ്സിലായില്ലേ? എന്ത് കേക്കാണ് ചെയ്യാൻ പോണത്? ചോക്ലേറ്റ് ട്രഫിൾ. ആദ്യം കേക്ക് ബേക്ക് ചെയ്യണമല്ലോ, എന്നിട്ടല്ലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത്. ഡയറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കേക്ക് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ ഡയറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയാണോ? അല്ലേ? ഡയറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ല നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. എനിക്ക് അതിലോട്ട് ഇൻട്രസ്റ്റ് ഇല്ല, സോറി. അപ്പൊ നിങ്ങള് ഡയറ്റുള്ള കേക്ക് നമുക്ക് ചെയ്യാം, അതെനിക്ക് അറിയാം. അപ്പം നമുക്കൊരു ഓർഡർ ഉണ്ട്. അപ്പൊ നമ്മള് അത് ഡയറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ അല്ല, ഒരു നോർമൽ ചോക്ലേറ്റ് കേക്ക് ആണ്. അവര് അങ്ങനെ പറയാം, നമ്മൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുന്നത്, അപ്പൊ കേക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഉണ്ടാക്കിയാലോ, അത് രസമില്ലേ, അത് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറ്റ് കേക്ക് പിന്നീട് ഉണ്ടാക്കാം. എന്തൊക്കെയാണ്? മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, മുട്ട, പഞ്ചസാര ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര, മിൽക്ക് മെയ്ഡ് വേണ്ട, വാനില എസൻസ്. കേക്ക് ബേക്ക് ചെയ്യാൻ ഇത്ര സാധനങ്ങൾ മതി. കേക്ക് ബേക്ക് ചെയ്യാൻ ഇത്ര മതി? ഇത്ര ഈസിയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ? ബട്ടർ, സോറി, മെയിൻ ഐറ്റം ബട്ടർ മിസ് ചെയ്തു. എനിക്ക് വേറെ ഓർമ്മ ഉണ്ട് കേട്ടോ, എന്തോ മിസ്സിംഗ് ആണെന്നൊക്കെ വിചാരിച്ചു. ഇത്ര മിസ്സിംഗ് ആണെന്ന് മൈദ, ബട്ടർ, ബേക്ക് ചെയ്യാൻ ഇത്ര മതി. ഇനി ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്ന അനുസരിച്ച് പറയാം. ഇത് നമ്മൾ ആക്ച്വലി 1/2 kg ചോക്ലേറ്റ് ട്രഫിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. 1 kg വേണമെങ്കിൽ അതിന് ഡബിൾ ആക്കിയാൽ മതി, അത്രയും. 1/2 kg കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1/2 kg ചോക്ലേറ്റ് ട്രഫിൾ ക്രീം കേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് മാവാണ് എടുക്കേണ്ടത്. വേസ്റ്റിംഗ് മാവല്ല, ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ലെവൽ ചെയ്യണം. തിരിച്ച് പാക്കറ്റിൽ അതിനല്ലേ ബട്ടർ പേപ്പറല്ലേ നമ്മൾ വെച്ചേക്കണേ, തറയിലൊന്നും. ഇത് ഇങ്ങനെ ലെവൽ, നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ലെവൽ അങ്ങനെ ചപ്പിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് അതിൻ്റെ അകത്ത് കയറ്റണം. ബാക്കിയുള്ളത് ഇതിൻ്റെ അകത്ത് ഇടണം. അകത്ത് തന്നെയാണോ വീഴുന്നത്? നോക്കിക്കോളണം, ഇല്ലെങ്കിൽ അല്ല, പുറത്തൊക്കെ വീണിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ. നേരെ ഇവിടെ മാവ് പോയില്ലേ? മാവിന്റെ ആവശ്യം കഴിഞ്ഞില്ല, നമുക്ക് മാവ് റബ്ബർ ബാൻഡ് ഇട്ട്. റബ്ബർ ബാൻഡ് ഇവിടെ ഒളിച്ചിരിക്കുന്നു. എന്താണ്? നമുക്ക് മാവ് അരിക്കാം. ഇത് മറ്റേ ഒരു ഇൻസ്ട്രുമെന്റ് പോലെ ഉണ്ടല്ലേ, കാണിക്കുന്നു. ബേക്കിങ്ങില് ഇമ്പോർട്ടന്റ് ഒരു സാധനമാണിത്, സ്പാറ്റില. അപ്പൊ ഒന്നും വേസ്റ്റ് ആവും, നമുക്ക് എല്ലാം ഇങ്ങനെ തട്ടി എടുക്കാം. തട്ടിക്കൂട്ടലല്ല, തട്ടി എടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. എനിക്ക് ரொம்ப നാളായ ഡൗട്ട്, ഈ ടീസ്പൂൺ എന്താണ്? ഇത് ടീയുടെ സ്പൂൺ ആണ്, അതാണ് ടീസ്പൂൺ. അപ്പൊ കോഫി സ്പൂൺ ഉണ്ടോ? കോഫി സ്പൂൺ ഇല്ല, നമ്മൾ ഉണ്ടാക്കാം. ആ ടീ അല്ലേ ഇതിപ്പോ? അപ്പൊ എന്ത് ടീ ആണത്? പറ. ഡൗട്ട് ആസ്കിങ്. എനിക്ക് ബേക്കിംഗ് അല്ലേ, ഞാൻ നോക്കിയോ ഡൗട്ട് ചോദിച്ച് ടീച്ചറെ കൊല്ലു. ഞാൻ നോക്കിയോ? ഓക്കെ, 1/2 ടീസ്പൂൺ നമ്മൾ ഇട്ടു. 1/2 kg 1/2 ടീസ്പൂൺ ആണ്. 1/2 കപ്പ് മാവിന് 1/2 കപ്പ് മാവിന് 1/2 ടീസ്പൂൺ. അപ്പൊ 1/2 kg ആണെങ്കിൽ ഇതിപ്പോ നമ്മൾ 1/2 kg ക്രീം കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ 1/2 കപ്പ് മാവ് എടുത്താൽ മതി. 1 kg ആണെങ്കിൽ 2 കപ്പ്
1 kg ആണെങ്കിൽ 1 കപ്പ് മാവ്. 1 കപ്പ് മാവ്. ഹാഫ് കപ്പ് മാവാണ്. ഇത് ഹാഫ് കപ്പ്. ഓ ശരി. അപ്പൊ അധികം കട്ടയൊന്നും ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ആക്ച്വലി 2-3 പ്രാവശ്യം ഇത് അരിക്കുന്ന നല്ലതാണ്. ഇത് പക്ഷെ ഇപ്പൊ ഒട്ടും കട്ടയില്ല, അപ്പൊ അതുകൊണ്ട് ഒരു പ്രാവശ്യം അരിച്ചാലും മതി. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചാലും അത്രയും നല്ലത് തന്നെയാണ് കേക്കിന്. എന്ത് ചെയ്യുന്നു? ഒരു ബൗളിനകത്ത് തട്ടി വെച്ചതാണ്, പേപ്പറിൽ തന്നെ വെച്ചേക്കാം. ഇവിടെ സ്ഥലം ഞാൻ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോ അത് പോണ്ടല്ലോ, എവിടെ പോണ്ട, നിലത്ത് വീഴണ്ടല്ലോ. ഇനി നമുക്ക് പഞ്ചസാരയും കൂടെ അളന്ന് വെക്കാം, അപ്പൊ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പഞ്ചസാര അളന്ന് വെക്കണോ എന്ന് വെച്ചാ ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ട് മെഷർ ചെയ്ത്. ആവശ്യം ഉണ്ടോ ഇല്ലേ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പഞ്ചസാര ആവശ്യം ഉണ്ടല്ലോ. ആവശ്യമുണ്ട്, പക്ഷെ എത്ര ആവശ്യമുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഹാഫ് കപ്പ് മാവിന് ഹാഫ് കപ്പ് പഞ്ചസാര. ഓ എല്ലാം ഓഫ് ആണല്ലേ, അപ്പൊ ഈസി ആണല്ലോ പ്രോസസ്. 1 കപ്പ് മാവിന് 1 കപ്പ് പഞ്ചസാരയാ. എന്നേ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഇത് നേരത്തെ പൊടിച്ചു വെച്ചിരുന്നോണ്ട് കട്ട പിടിച്ചതാ. പൊടിച്ചു വെച്ചാൽ കട്ട പിടിക്കും, പൊടിച്ചു വെച്ചില്ലെങ്കിൽ കട്ട പിടിക്കൂല. ഇത് പഞ്ചസാര, ഇത് മാവ്. ഇത് പഞ്ചസാര, ഇത് മാവ്. രണ്ട് ഡിഫറൻസ് ഇല്ലല്ലോ കാണാൻ. ഇത് പ്യുവർ വൈറ്റും അതൊരു ഓഫ് വൈറ്റും അല്ലേ? ഓഫ് വൈറ്റ്. ഓഫ് ആയി എങ്ങനെ വൈറ്റ് ആവും? ബ്ലാക്ക് ആവൂലേ? പിന്നെ അല്ല, താങ്ക്സ് ടു പി കുട്ടൻ. നൈസ് ആൻഡ് വണ്ടർഫുള്ളി. ഓഫ് ആയ ലൈറ്റ് ഇട്ടാ പോലെ എന്നൊക്കെ ചോദിച്ചാണ്. പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ലെവൽ എടുക്കാം. എന്ത് ലെവൽ? ലെവൽ 1 2 3 4 പാസ് ആയോ? അല്ല, പഞ്ചസാര നമ്മളിങ്ങനെ ലെവൽ എടുക്കാന്നല്ല, ലെവൽ ആ കറക്റ്റ് നമ്മൾ മാവ് എടുത്ത പോലെ അങ്ങനെ ലെവൽ ചെയ്ത് എടുക്കണ്ട ആവശ്യമില്ല. നമുക്ക് പഞ്ചസാര കുറച്ച് ഇങ്ങനെ എടുക്കാം, ഓവർ ആവത്തെ ഇങ്ങനെ ഹീപ്പ് പോലെ, ചെറിയ ഹീപ്പ് ഒരു അല്ലേ. പഞ്ചസാര നമ്മൾ ഇത്രയാണ് എടുത്തേക്കുന്നത്, ഹാഫ് കപ്പ് തന്നെയാണ്. അതിൽ ഞാൻ ലെവൽ അല്ല, ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ലെവലാക്കാത്ത എന്തുകൊണ്ട്? കാരണം ലെവൽ വേണ്ട, കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അത്രയും കറക്റ്റ് മധുരം ഇതാണ്. മധുരം കൂടി ഡയബറ്റീസ് ഒന്നുമല്ലോ. ഇപ്പൊ മധുരം കൂടത്തില്ല. എനിക്ക് ഉണ്ടാക്കി അറിയാം. ഉണ്ടാക്കിയിട്ട് ആ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നോക്കി വെച്ചു. നിനക്കറിയാം, എനിക്കറിഞ്ഞൂടല്ലോ. യു ആർ ടീച്ചിങ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോ പറഞ്ഞു തരില്ലേ ഇത്ര ഇട്ടാ മതിന്ന്. ഓ അങ്ങനെയാണ്. അപ്പം അത്ര ഇട്ടാ മതി. Because you are teaching a LKG boy, so you have to clean explanation. Okay. നമ്മളിവിടെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്ക് ബട്ടർ അളന്നെടുക്കാം. ചുമ്മാ എടുത്തിട്. ഒരു ഫുഡ് നമ്മൾ ചെയ്യുമ്പോൾ അളന്ന് കൊടുക്കാൻ പോലെ, അങ്ങ് ഇഷ്ടം പോലെ കൊടുക്കണം, അപ്പോഴേ മനസ്സ് ഫുള്ളാവും. കേക്കിൽ അങ്ങനെ ഇഷ്ടം പോലെ ഇട്ട് കഴിഞ്ഞാൽ കേക്ക് വേറെ എന്തെങ്കിലും ആയി മാറും. പായസാവോ? പായസാക്കിയാ മതി. പായസായ കുടിക്കാനെങ്കിലും പറ്റും. ഇതൊന്നും അല്ലാത്ത പരുവത്തിലാകും, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതൊന്നും എടുക്കണ്ട. എന്തോ നമ്മളടുത്ത് പറഞ്ഞില്ല. അതെന്താണ് പറഞ്ഞതല്ല, ഞാൻ ഇവിടെ കണക്കൂട്ടി തന്നെ. ഈ കണക്ക് തന്നെ. ഓ മാത്സിൽ വീക്കാണ് കുട്ടി, മാത്സിൽ വീക്കാണ്. നമ്മളൊരു 50 ഗ്രാമാണ് ബട്ടർ ഇടുന്നത്. പാത്രത്തിന്റെ വെയിറ്റ് ഒരു 90 ആയിരുന്നു. അപ്പൊ ഒരു 50 ഗ്രാം എന്ന് പറയുമ്പോ 140. എന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കാൻ പറ്റുമല്ലോ. 140 മതി. 152 ആയി. അയ്യോ, കൂടുതലാവാൻ പാടില്ല. ബട്ടർ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ലേ? ഒന്നാവൂല. നല്ല ആർക്ക് നല്ലത്? കഴിക്കാൻ മുട്ട. ഞാനിപ്പോ കറക്റ്റ് 50 ഗ്രാം അല്ല എടുത്തേക്കുന്നത്, ബട്ടർ ഒരു 57 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട്. ഓ ലാവിഷ് ആണല്ലോ. 50 ഗ്രാം എടുത്താലും മതി. എനിക്കൊരു ഇച്ചിരി കൂടെ എക്സ്ട്രാ ഇടണം, എന്റെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബട്ടർ നല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് മുട്ട പൊടിച്ചു വെക്കണ്ടേ? മുട്ട മറ്റേ ചെഫൊക്കെ ഇത് കേക്കയുടെ തലയെ പൊടിച്ചിട്ട് കാണിക്കുന്നു. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. കൊന്ന് ഒരു ജീവനെ കൊന്ന്. ഇങ്ങനെയൊക്കെ പറയാതെ. ഒരു മുട്ടായി ബ്ലോക്ക്, അടുത്ത മുട്ടായി ബ്ലോക്ക്. ഭാഗ്യം തോടൊന്നും വീണില്ല. തോടൊന്നുമില്ല. ഭാഗ്യം കൂടെ ഉള്ളപ്പോ എന്ത് വേണം? മനസ്സിലായില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചു. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. റൗണ്ട് കട്ട് ചെയ്യുക, അതെല്ലാവർക്കും അറിയാം. ഞാൻ കട്ട് ചെയ്യുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. എളുപ്പത്തിൽ റൗണ്ട് ഒക്കെ കട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ബേക്കിംഗ് ടിന്നിൽ നമ്മൾ ഇങ്ങനെ ഫുൾ ലൈൻ ചെയ്യണമെന്നില്ല, അകത്തും ചുറ്റിനും ഒക്കെ ഇടണം എന്നൊന്നും ഇല്ല. ഇപ്പൊ നടുക്ക് മാത്രം. അത് ഞാനൊരു ട്രിക്ക് എന്തോ ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ടേ. ജസ്റ്റ് നടുക്ക് മാത്രം നമ്മൾ ഒരു ജസ്റ്റ് ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ എന്റെ ഒരു കൺവീനിയൻസും സമാധാനം, കേക്ക് വെളിയിലെടുക്കാനുള്ള ഒരു കൺവീനിയൻസിനും സമാധാനത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നേ ഉള്ളൂ. ഞാൻ മറ്റേത് പരീക്ഷിച്ച് നോക്കിയായിരുന്നു, ഈ നടുക്ക് മാത്രം ഇട്ട്.
ബട്ടർ പേപ്പർ എന്താണ് എടുക്കുന്നത്? കേക്ക് സുഖമായിട്ട് ഇളകി വരും. ഇങ്ങനെ കമത്തേണ്ട ആവശ്യമില്ല, ഇങ്ങനെ അങ്ങ് ലിഫ്റ്റ് ചെയ്തെടുക്കാം. എടുത്താൽ മതിയല്ലേ? പിന്നെ ബട്ടർ ഒന്നും ഇടണ്ട. ബട്ടർ പേപ്പർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടിന്നിൽ ബട്ടർ ഇട്ടിട്ട് മാവ് ഒന്ന് ചുറ്റും കേക്ക് എളുപ്പം ഇറങ്ങി വരാനുള്ള ഇതാണ്. ഗ്രീസ് ചെയ്യും നമ്മൾ. ബട്ടർ ഇടണം, എന്നിട്ട് ബട്ടർ പേപ്പർ ജസ്റ്റ് താഴെ ഇട്ടാൽ മതി. അങ്ങനെ ചെയ്താലും സുഖമായിട്ട് കേക്ക് നമുക്ക് ഇങ്ങ് ഇറങ്ങി വരും. ഒരു കുഴപ്പം ഉണ്ടാവില്ല. കേക്ക് ഒട്ടിയൊന്നും പിടിക്കില്ല. ഞാൻ ഫുൾ ഇടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും എക്സ്ട്രാ ആണ് ഇടുന്നതല്ലേ? എക്സ്ട്രാ എന്നല്ല, എനിക്കിതാണ് ഇഷ്ടം. അതാണ് ഈ ബേക്കിങ്ങിന്റെ സാധനങ്ങൾ പെട്ടെന്ന് തീർന്നു പോണതല്ലേ. കൊള്ളാം, ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എനിക്ക് ரொம்ப நாளா ഡൗട്ട് என்னன்னா, ഒരു കേക്ക് എത്ര മണിക്കൂർ വേണ്ടി വരും? അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ കേക്ക് അല്ലേ? സോറി, എന്നോട് ചോദിച്ചാണ്. അതാണ് ബേക്കിംഗ് ചെയ്യുമ്പോൾ നാഗവല്ലി ആവും. അപ്പം ഉള്ളത് ഒന്നും മനസ്സിലാവൂല. ഇപ്പൊ അടുത്ത് നിന്നിട്ട് പോലും കേട്ടില്ല. സംസാരിക്കാനല്ലേ എന്റെ അടുത്ത് ചോദിച്ചെന്ന് വിചാരിച്ചില്ല. എന്താ ചോദിച്ചേ? അതായത് ഒരു കേക്ക് ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? അത് ഡിപ്പെൻസ് ഓൺ ദ കേക്ക് ആണല്ലേ? ഡിപ്പെൻസ് ഓൺ ദ കേക്ക് ആണ്. ഫ്ലേവർ ഒക്കെ അനുസരിച്ചിരിക്കും. ഇപ്പൊ ചോക്ലേറ്റ് ട്രഫിൾ ആണെങ്കിൽ ബേക്ക് ചെയ്യാൻ മൊത്തത്തിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം എനിക്ക് ഈ പാത്രം തുടക്കല് കുറച്ച് പരിപാടിയാണ്. അതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്, എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓവർ എടുത്ത് തുറച്ചോണ്ടിരിക്കും. അതെ, സത്യം. പാത്രം മനസ്സിലായ അതാണ് ഇപ്പൊ അവസ്ഥ. ഇനിയിപ്പോ പുതിയ പാത്രം മേടിക്കേണ്ടി വരും. അത്രയ്ക്കതില്ല, അരമണിക്കൂർ ഈ പാത്രം തുടയ്ക്കാൻ തന്നെ എനിക്ക് പോകും. പക്ഷെ ആക്ച്വലി അത് അത്ര സമയമൊന്നും വേണ്ട. നമ്മൾ ഒന്ന് കഴുകി വെച്ചേക്കുന്ന പാത്രമല്ലേ, അതെന്തായാലും ഉണങ്ങും. നമ്മൾ സ്റ്റാൻഡ് വെച്ചേക്കുമ്പോ അത് ഉണങ്ങും ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താ മതി. പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി വട്ടമുള്ളതുകൊണ്ട് ഞാൻ സത്യം എന്ത് പറ്റി? സത്യങ്ങളൊക്കെ പുറത്തു വന്നു. സത്യങ്ങളൊക്കെ ഒരു പാത്രത്തിൽ ഇങ്ങനെ തുടച്ച് ഓട്ട വന്നു അല്ലേ? ഏത് പാത്രത്തിൽ ഓട്ട വന്നത് കാണിച്ചേ. വരുമല്ലോ സമയം 1 hour മതി ബേക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അളന്നൊക്കെ എടുത്ത് അരിച്ചു വെച്ച് ആ മിക്സ് ചെയ്ത് എടുക്കാൻ. ഒരു 45 minutes 1 hour മതി. ബേക്കിംഗ് ടൈം അല്ല ഞാൻ പറഞ്ഞത്, പ്രിപ്പറേഷൻ ടൈം. ബാറ്റർ പ്രിപ്പറേഷൻ ടൈം, ഈ മാവ് പ്രിപ്പറേഷൻ ടൈം ആണ് ഞാൻ പറഞ്ഞ ഈ 45 minutes to 1 hour. 25 minutes. ഓക്കെ, 45 minutes. പിന്നെ ബേക്ക് ആവാൻ ഒരു 20-25 minutes മാക്സിമം. അപ്പൊ അതില് ബേക്ക് ആയി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഇത് കൂളായിട്ടല്ലേ നമുക്ക് ക്രീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്രീം ബീറ്റ് ചെയ്യാൻ ഞാനൊരു 20 minutes ഒക്കെ എടുക്കാറുണ്ട്. ഇതുപോലെ ക്രീമൊക്കെ പതുക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് 20 minutes എടുക്കും. ഡിപ്പെൻസ് ഓൺ ദ കേക്ക്. എന്ന് വെച്ചാൽ ഇപ്പൊ ട്രഫിളൊക്കെ ആണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതിന് പിന്നെ നമ്മൾ ചോക്ലേറ്റ് അരിയണം, മെൽറ്റ് ചെയ്യണം, മിക്സ് ചെയ്യണം, ആ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് ക്രീമും സെറ്റ് ചെയ്ത് വെച്ച് ഈ ചോക്ലേറ്റ് സോസും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്ക് എടുത്ത് വെച്ച് കേക്കിൽ ഡയറക്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് ചോക്ലേറ്റ് ഇത് സോസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് അതെല്ലാം കൂടെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. അപ്പൊ ഇപ്പൊ തന്നെ ഒരു 2.5 മണിക്കൂർ ആയില്ലേ? എന്നിട്ട് പിന്നെ ഡിസൈൻ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ടൈം എടുക്കും. അത് എന്തായാലും 3 മണിക്കൂർ ഡിസൈൻ ഉണ്ടെങ്കിൽ 3-ലൊന്നും നിക്കില്ല. 3.5-4 മണിക്കൂർ എടുക്കും. കാരണം എനിക്കാൻ പറയാം. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഇന്നത്തെ കേക്കോ? ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ ബേക്ക് ചെയ്യാൻ നമ്മളൊരു 1 hour എടുക്കുമായിരിക്കും. ബാറ്റർ പ്രിപ്പയർ ചെയ്ത് ബേക്ക് ചെയ്ത് എടുക്കാൻ ഒരു 1-1.25 മണിക്കൂർ എടുക്കുന്ന വെച്ചോ. നമ്മള് വൈകുന്നേരമേ ക്രീം ചെയ്യുന്നുള്ളൂ. ക്രീം ചെയ്യാൻ വീണ്ടും ഒരു 1-1.25 മണിക്കൂർ. മൊത്തം 3 മണിക്കൂറായി. ഏകദേശം ഒരു 3 മണിക്കൂർ. 3 മണിക്കൂർ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ 4 മണിക്കൂർ. അപ്പം 3.5 വയ്ക്കാം. നിങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണ്ട 3.5 മണിക്കൂർ ഒരു ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കാൻ അല്ലേ? ഇവിടെ എന്താണ് അവർക്ക് കൂടെ ഉണ്ടാക്കി വെച്ചേക്കാണ് കാക്കാവുന്ന മുട്ടയുടെ റെഡിയാക്കി. ഓക്കെ, എന്നിട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നു. ഗംഗ എടുത്ത് ചേണ്ടെന്നല്ലേ പറഞ്ഞത്? ഗംഗ എനിക്ക് ഇത് പ്ലഗ് എടുത്ത് വെച്ചിട്ടില്ല. ഇപ്പൊ വരാമേ, പണിയെടുത്തിട്ട് വരാം. ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോണ കൂട്ടുകാരെ? നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്നു. ബീറ്റ് ചെയ്യാൻ പോണോ? അയ്യോ, അടിക്കാൻ പോണോ? അയ്യോ, ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. ബാറ്റർ മാവ്. What do you mean by batter? I want the explanation. കേക്കിന്റെ ബാറ്റർ, കേക്കിന്റെ മാവ്, കേക്കിന്റെ മിക്സ്. അതെ. അപ്പൊ നോക്കിയോളൂ, ബുജ്ജി ഞാനാണോ അവളാണോ? ബുജ്ജി കേക്കാണല്ലോ. പഠിച്ചത് പറയാൻ പറ്റില്ല, പോയിന്നാണെങ്കിൽ പറയാം. നീ ലോയ നീ പഠിച്ചപ്പോ പറ.
ഞാൻ പഠിച്ചില്ലല്ലോ. അപ്പൊ എന്നെ പാസ്സായി, തുണ്ട് വെച്ച് പാസ്സായി. മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. സന്തോഷ് സാർ, സന്തോഷമായ സാർ. ഓക്കെ, ബീറ്റ് ചെയ്യൂ. കേക്കിനെ അടിച്ച് കൊല്ലു. അപ്പൊ ആദ്യം ഒന്ന് പ്ലഗ് ഓൺ ചെയ്തു. പ്ലഗ് ഓൺ ആക്കണം. ആദ്യം ഒന്ന് ബട്ടർ ബീറ്റ് ചെയ്യുക. ബട്ടറിന്റെ ഈ മഞ്ഞ കളർ മാറി ഒരു പെയിൽ യെല്ലോ പോലെ വരും. അത്രയും ബീറ്റ് ചെയ്യുന്നത് നല്ലേ. അപ്പൊ കുറച്ചുകൂടെ എല്ലാം റൂം ടെമ്പറേച്ചർ ആണ്. ബട്ടർ, മുട്ട ഒക്കെ റൂം ടെമ്പറേച്ചർ എത്രയാണ്? ഈ ടീച്ചറിന് ഒന്നും മനസ്സിലാകുന്നില്ല ഈ ടീച്ചറിന്. റൂം ടെമ്പറേച്ചർ തണുപ്പല്ല, ഭയങ്കര ചൂടാക്കണ്ട. ബീറ്റായി. അപ്പം പഞ്ചസാര ആഡ് ഷുഗർലെസ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഷുഗർലെസ് ജാഗറി വെച്ച് ഉണ്ടാക്കും. ഞാൻ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ച് ഉണ്ടാക്കാറില്ല. അപ്പൊ ഷുഗർലെസ് ആവില്ലല്ലേ ആക്ച്വലി ജാഗറി? എന്റെ അടുത്ത് ചോദിച്ചാ ഇല്ലെന്ന് തോന്നുന്നു. ഈ ഡയബറ്റിക് പേഷ്യൻസിന് എനിക്ക് ഒന്ന് ജാഗറി പറ്റുമോന്ന് എനിക്കറിയില്ല. ഹോസ്റ്റൽ വാർഡൻ എവിടെ പോയെന്ന് തോന്നില്ലേ? ഹോസ്റ്റൽ വാർഡൻ മിസ് ചെയ്തു. അല്ലെ, നമ്മൾ ആക്ച്വലി ഡെയിലി ഒരാളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഇത് വന്നിട്ട് പഞ്ചസാരയല്ലേ? ഡെയിലി ഒരാളെ കണ്ടോണ്ടിരിക്കുമ്പോ അല്ല, പെട്ടെന്ന് ഒരു ദിവസം കാണാതിരിക്കുമ്പോ അയ്യോ തോന്നൂല്ലേ? അയ്യോ, പിന്നെ അങ്ങനെ ഒന്നുമില്ല. കേക്കൊക്കെ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് പഞ്ചസാര ആഡ് ചെയ്തു. പഞ്ചസാര പാർട്ട് ബൈ പാർട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. അതാണ് എളുപ്പവും മിക്സ് ആവാനും എളുപ്പം, അല്ലെങ്കിൽ കട്ട കിടക്കും. കൊല്ലല്ലേ ആവുന്നത്. എസ്തെറ്റിക്സ് കേക്ക് മേക്കിംഗ് ഫെയിലായല്ലേ? ഇനി നമ്മൾ മുട്ട ഇടാൻ പോവാണ്. മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഒരു ഡയറക്ഷനിൽ മാത്രമേ ബീറ്റ് ചെയ്യാവുള്ളൂ. അതെന്തുകൊണ്ട്? അല്ലെങ്കിൽ മുട്ടയുടെ ഇത് എന്താ പറയാ, മുട്ടയുടെ എല്ലാം പൊട്ടി പോകും. അല്ല, മുട്ട നമ്മൾ ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ മുട്ട മെയിൻലി കേക്കിന് ഈ സ്റ്റുഡന്റിനെ ഞാൻ ഇന്നത്തോടെ പഠിപ്പിക്കുന്നത് നിർത്തുകയാണ് കൂട്ടുകാരെ. ഇനി ഞാൻ ഡൗട്ട് ചോദിച്ചോളൂ, എന്ത് ചോദിച്ചു? ഒരു ഡയറക്ഷൻ തന്നെ ബീറ്റ് ചെയ്തില്ലെങ്കിൽ മുട്ട ഇങ്ങനെ ബ്രേക്ക് ആവുമല്ലോ. മറ്റേ നമ്മൾ ആ ഒരു പതുക്കെ ബീറ്റ് ചെയ്യാം. ലോ സ്പീഡ് ടു ഹൈ സ്പീഡ് ആണ് നമ്മൾ സ്പീഡ് മാറ്റുന്നത്. അങ്ങനെ എന്നുവെച്ചാൽ ആദ്യമേ ഹൈ സ്പീഡ് ഇടാതെ പതുക്കെ ചെയ്യുക. പിന്നെ ഓവർ അങ്ങനെയാണ് ചെയ്യുന്നത് ബൈക്കിലും. ഫസ്റ്റ് ഗിയർ കാറും അങ്ങനെയല്ലേ, അല്ല 50 ഗിയർ ആദ്യം ഇടാൻ പറ്റില്ലല്ലോ. അപ്പത്തേക്ക് ഓരോരോ മുട്ടയായിട്ട് 1 by 1 ആഡ് ചെയ്യുക. പതുക്കെ ബീറ്റ്, ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആവണം. പക്ഷെ മിക്സ് ആവാതിരിക്കരുത്. പക്ഷെ നമ്മൾ ഓവറായിട്ട് കിടന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട ഫുൾ അതിന്റെ ഇടയ്ക്ക് ആ എയർ ബബിൾസ് എല്ലാം അങ്ങ് ഇതായി പോകും. കിട്ടണ്ട, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ ബീറ്റ് ചെയ്യാം. ഓക്കെ, ഹാഫ് kg കേക്കാണ്. നമ്മൾ മുട്ടയുടെ ക്വാണ്ടിറ്റി പറഞ്ഞില്ല തോന്നുന്നു. 2 മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 kg ആണെങ്കിൽ 4 മുട്ട ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആക്ച്വലി 3 മുട്ട മതി. ഞാൻ 3 മുട്ട യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ 4 മുട്ട ആഡ് ചെയ്യാം. പക്ഷെ പൊതുവെ എല്ലാവരും 4 മുട്ടയാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. ഞാൻ പക്ഷെ 1 kg കേക്കിന് 1 കപ്പ് മാവിന് 1 kg നല്ല 1 കപ്പ് മാവിന് 3 മുട്ട യൂസ് ചെയ്യാറുള്ളൂ. ഹാഫ് കപ്പിന് 2 മുട്ട യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് 1.5 എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മുട്ടയും നമുക്ക് 2.5 എടുക്കാൻ പറ്റില്ല ലാവിഷാക്കാൻ വേണ്ടി. ഇല്ല, മുട്ട 2 എണ്ണം എടുക്കാം. 2 എണ്ണം 3 ആക്കിയാൽ കൂടി പോകും. 3 എണ്ണം ആക്കിയാൽ കൂടി പോകും. മുട്ടയുടെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ആവശ്യമില്ലല്ലോ. മുട്ട ഇടേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട ഇടേണ്ട. എഗ്ലെസ് കേക്ക് ആണെങ്കിൽ നമ്മൾ അതിന് പകരം ഓൾട്ടർനേറ്റീവ് മിൽക്ക് മേഡോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എഗ്ലെസ് കേക്ക് ആക്കിയാലോ? അത് നമുക്ക് വേറൊരു ദിവസം. ഈ എപ്പിസോഡ് എഗ് ഉള്ള കേക്ക്. ഓക്കെ, എപ്പിസോഡ് നമ്പർ 1 എഗ് ഉള്ള കേക്ക്. സ്ലോ ആക്കാൻ പാടില്ല. ഞാൻ മുട്ട ഇല്ലെങ്കിൽ പിന്നെ നല്ല പാസല്ലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്പീഡ് ചെയ്യാൻ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. മാവ് പെട്ടെന്ന് ബീറ്റ് ചെയ്യുക, റെഡിയാക്കുക, ഓവനിൽ മുട്ട ആഡ് ചെയ്യുമ്പോ നമ്മള് വാനില എസൻസും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്താൽ നല്ലതാണ്. മുട്ടയുടെ ആ എഫക്ട് മണം അത്രയ്ക്ക് വരില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. മുട്ടയുടെ ടേസ്റ്റ് നമ്മൾ ചിലർക്ക് കേക്ക് കഴിക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് എനിക്കും ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാനും ആ ഒരു സ്മെല്ല്, മുട്ടയുടെ സ്മെല്ല് അധികം വരാണ്ടിരിക്കാനും ഒക്കെ സ്മെല്ല് എന്തായാലും ചെറിയ രീതിക്ക് വരും. പക്ഷെ ഈ മുട്ടയുടെ കൂടെ തന്നെ വാനില എസൻസ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ചോക്ലേറ്റ് എസൻസ് ഉണ്ടോ? ഉണ്ട് തോന്നുന്നു. ചോക്ലേറ്റ് ആഡ് ആക്കാൻ പറ്റില്ല. ചോക്ലേറ്റ് എസൻസ് ഒന്നും ആവശ്യമില്ല. മുട്ടയുടെ സ്മെല്ല് കാണാതിരിക്കാൻ വരാതിരിക്കാൻ പെർഫ്യൂം അടിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ലെഫ്റ്റ്. ഞാൻ റൈറ്റ് ശീലിച്ചു. എനിക്ക് പെട്ടെന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞ വരില്ല. അടുത്ത മുട്ട ബ്ലക്ക്.
കണ്ടോ ആ ബബിൾസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, എങ്കിൽ പിന്നെ കേക്ക് പൊങ്ങില്ല. ഓ കേക്ക് പൊങ്ങൂല. ബബിൾസ് എത്ര ബബിൾസ് കൊണ്ട് കൂട്ടുകാരെ കമാൻഡിൽ പറയൂ. ഇങ്ങനെ വീണ്ടും എസൻസ് ഒരു മുട്ടയ്ക്ക് ഇച്ചിരി എസൻസ്, അടുത്ത മുട്ടയ്ക്ക് ഇച്ചിരി എസൻസ്. നമ്മളൊരു മൊത്തത്തിലൊരു 1 ടീസ്പൂൺ മതി. മൊത്തത്തിൽ സവാരി ഗിരിഗിരിയാണ്. സവാരി ഗിരിഗിരിയല്ല, നമ്മള് 1 ടീസ്പൂൺ ആണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു കോഫി സ്പൂൺ ഇടാണ്. വണ്ടർഫുൾ, നൈസ് ആൻഡ് വണ്ടർഫുൾ. ഇത് താങ്കളുടെ എത്രാമത്തെ കേക്കാണ് ഇത്? 1750, 2000, 5 വർഷമായി. എന്തായാലും ഓരോ വർഷവും 1000 കേക്ക് ആകുമ്പോൾ തന്നെ 5000 കേക്കായി. പിന്നെ അല്ല ഇത് 5001ാമത്തെ കേക്കാണ്. ഇനി ഒരു കാര്യം എന്ന് വെച്ചാല് മിണ്ടായിരിക്കണോ? അതാണോ ഉദ്ദേശിച്ചത്? നമ്മള് കൊക്കോ പൗഡർ, ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. മൈദ, കൊക്കോ പൗഡർ ഇതെല്ലാം. അപ്പൊ ഞാന് മൈദയുടെ കൂടെ ഈ കൊക്കോ പൗഡർ അരിക്കാറില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് വാൻ ഹുട്ടൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ആ ബ്രാൻഡാണ്. വാൻ ഹുട്ടൻ, VANHOUTEN പ്രൊഫഷണൽ. അതിന്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ബൈ ചാൻസ് എന്തോ ആക്സിഡന്റലി ഞാൻ അത് ഒരിക്കൽ യൂസ് ചെയ്ത് നോക്കിയതാ. വേറെ എന്തോ കിട്ടാത്തോണ്ട് അങ്ങനെ എന്തോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പം അത് ആക്ച്വലി ഡാഡി വാങ്ങിച്ചിട്ടുണ്ട്. ഡാഡിയുടെ കടയിൽ വാങ്ങിക്കാൻ വിട്ടപ്പോഴത്തേനും വേറെ ബ്രാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് അത്യാവശ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ശരി എന്നുള്ളത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്, അത് വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ അത് യൂസ് ചെയ്തപ്പം ആക്ച്വലി കേക്കിൽ ബ്രൗണിയിലേക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് പോലെ എനിക്ക് തോന്നി. ലൈക്ക് നല്ലതാണെന്ന് തോന്നി. നല്ല കൊക്കോ പൗഡർ, നല്ല പ്രീമിയം ക്വാളിറ്റി കൊക്കോ പൗഡർ ആണെന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ്ലി അത് മാത്രമേ വാങ്ങാറുള്ളൂ. ഇത് അധികം അങ്ങനെ കട്ട ഒന്നും പിടിക്കാറില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയില് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഇടാം. ഞാനത് ചെയ്യാറില്ല, എനിക്ക് അങ്ങനെ കട്ട കിടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കേക്കിൽ ഇടുകയാണ് ചെയ്യുന്നത്. അല്ല, ഈ മാവിന്റെ കൂടെ അങ്ങ് ഇടുകയാണ് ചെയ്യണത്. അപ്പൊ കൊക്കോ പൗഡർ ആക്ച്വലി ഞാനിപ്പം ആദ്യം ഒന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ ആണ്. അത് ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ ടേബിളിൽ വെക്കണ്ട. കസേര വെച്ചാൽ മതി. ചെയർ സ്പൂൺ ആവും. അപ്പൊ ചെയർ സ്പൂൺ. പിന്നെ അല്ല, ഞാൻ പഠിച്ചു വരുന്നുണ്ട് കൂട്ടുകാരെ. എന്നിട്ട് നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് വെച്ച് ചെയ്താൽ നല്ലതാണ്. ഇത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പാറ്റില വെച്ച് ഓക്കെ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതാണ് ആക്ച്വലി കംഫർട്ടബിൾ. അപ്പോൾ വൈഡ് പോലെ മാറി പോണതല്ലേ? എന്താ വൈഡുമ്പോ മാറി പോവില്ലേ? മനസ്സിലായില്ല. വിസ്കില് വൈഡുമ്പോ വിസ്കി ആവൂലേ? പക്ഷെ ആ വൈ എന്തിനാണ് ആവശ്യമില്ലാത്ത വൈയാണല്ലേ ലൈഫ്. അതുകൊണ്ട് വേണ്ട. അതെ. കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സെറ്റ് ഇട്ടു, അല്ലേ, അതുകൊണ്ട് ഒരുപാട് പോർഷൻ ആക്കേണ്ട കാര്യമില്ലല്ലോ. എഫക്ടിവിറ്റി, ക്വാളിറ്റി, ഡിറ്റർമിനേഷൻ, എക്സ്ട്രാ മുട്ട എന്തൊക്കെയാണല്ലേ? എക്സ്ട്രാ മുട്ടയിലേക്ക് എക്സ്ട്രാ ബട്ടർ. ലോ എക്സാമിന് പോലും ഇത്രയും ഡെഡിക്കേഷനിൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? പറയൂ. പാസ്സാവണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തിട്ടുണ്ട്. പാസ്സായാലേ ഉള്ളൂ. പാസ്സായ പാടെ റാങ്ക് വാങ്ങിക്കണമായിരിക്കും. റാങ്ക് മേടിക്കണം. പിന്നെ 6th സെം തൊട്ട് സപ്ലി വരാതെ പെട്ട പാട് എനിക്കറിയാം. സപ്ലി ഒക്കെ ജീവിതത്തിലുള്ള പാഠങ്ങളാണ്, പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷെ അത് എഴുതിയെടുക്കാൻ കുറച്ച് പണിയാണ്. അത് ഭയങ്കര പാർട്ട് ഓഫ് ലൈഫാണ്. കഴിവ് വേണം. അയ്യോ, അതെ, ടാലന്റ്. ടോപ്പിക്കിന്ന് മാറിപ്പോകുന്നു. ടോപ്പിക്കിന്ന് മാറിപ്പോകുന്നുണ്ട്. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, സ്മൂത്ത് ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. പൊട്ടിപ്പോകും. മാവില് നമ്മൾ ഒരുപാട് ഇട്ട് സ്ട്രെസ് കൊടുക്കണ്ടല്ലോ. സ്ട്രെസ് കൊടുക്കണ്ട. അത് സ്ട്രെസ് കൊടുത്താൽ അത് ഇല്ലാതായി പോകും. ലൈഫിൽ അങ്ങനെയാണല്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അങ്ങനെയാണ്. ഞാൻ ആക്ച്വലി കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത് എനിക്കൊരു കളർ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ ഹാഫ് കപ്പിന് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞു. ഞാനൊരു കുറച്ചുകൂടെ ആഡ് ചെയ്യാണ്, ആ ഒരു നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ എടുത്തിട്ടില്ല, കുറച്ച് കൂടെ ആഡ് ചെയ്തു. ഒരു 3/4 ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ആഡ് ചെയ്തു. അപ്പൊ ഇത് ടോട്ടൽ ഒരു 4 ടേബിൾ സ്പൂണും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ 3/4 ടേബിൾ സ്പൂണും കൂടെ. 4 and 3/4. അപ്പൊ 4 കട്ടാവൂലേ? അപ്പൊ ഇവിടെ 3 ആവൂലേ? അത് ചൂടല്ലേ? നല്ല ചൂട്. ഇതാണോ എഞ്ചിനീയറിംഗ്? ഇതാണ് എഞ്ചിനീയറിംഗ്. ഇത് തന്നെയാണ് എഞ്ചിനീയറിംഗ്. കണ്ടുപിടിച്ചല്ലോ. ഇത് പറയല്ലേ എഞ്ചിനീയേഴ്സിന് എല്ലാത്തിനും ആൻസർ ഉണ്ടെന്ന് അല്ലേ? അങ്ങനെ എന്തോ ഒരു സിനിമയിൽ പറയല്ലോ. ക്വസ്റ്റ്യൻ അറിഞ്ഞാലല്ലേ നമ്മളെങ്ങനെ എഴുതി വെക്കും. അതാണ് ജീവിതം പഠിക്കേണ്ട ആവശ്യമില്ല, ബിടെക് പഠിച്ചാൽ മതി. അതാണ് ബിടെക്. ലോ കോളേജിൽ പോയാൽ നമുക്ക് ജീവിതം പഠിക്കാം. അവിടെയും പഠിക്കാം, പക്ഷെ ലോ പഠിക്കൂലേ? പഠിക്കോ? അതിന്റെ കൂടെ ഇതിന് എത്ര നാളെ കിണ്ടിരിക്കണം? കോളിയെ പോലെ കഴിഞ്ഞ
ക്യാമറ ഉള്ളതുകൊണ്ട് ഭാഗ്യം ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഇനി ഞാൻ പോയി ഓവൻ ഓണാക്കി ഇട്ടിട്ട് വന്നിട്ട് ആക്ച്വലി അത് നേരത്തെ വേണമെങ്കിൽ ഓണാക്കി ഇടാം. ഞാൻ യൂഷ്വലി ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയി ഓവൻ ഓണാക്കും. എന്നിട്ട് തിരിച്ചു വന്ന് ടിന്നിലേക്ക് മാവിടും. ടിന്നിലും മാവിടും. അപ്പൊ ആ സമയത്ത് ചൂടാവും. ഇപ്പൊ കേക്കിനകത്ത് ഇത് ഇതായ ബാറ്റർ ആയി. ഇനി അകത്തോട്ട് വെച്ചാൽ മതി. അത് വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഓവൻ ഓൺ ചെയ്തിടാണ്. ടെമ്പറേച്ചർ ഒരു 180 എത്തണ്ട, അതിന് മുന്നായിട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഇപ്പുറത്തായിട്ട് എത്ര ഉള്ളൂ. 180 വെച്ചാലും ഓക്കെയാണ്. പ്രീ ഹീറ്റ് ചെയ്യാൻ 180 വെച്ചാലും ഓക്കെയാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു 175 ഒക്കെ മതി. 175 മതി. 180 തന്നെ വേണം എന്നില്ല, വെച്ചാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ടെമ്പറേച്ചർ വെച്ച് എനിക്ക് ടൈമർ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റ് കത്തും. എന്നിട്ട് നമ്മൾ പോയി ബാറ്റർ ചെയ്യണം. എത്ര മിനിറ്റ് വെക്കണം? അങ്ങനെ ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് ചൂടാൻ വേണ്ടി മാത്രം. ഇത് തനിയെ ഓഫ് ആകും. നമുക്ക് ഇവിടെ തൊട്ട് നോക്കുമ്പോ ഒരു നല്ല ചൂടായിന്ന് ഫീൽ ചെയ്യുമല്ലോ. ഇപ്പൊ ചൂടായിട്ടില്ല. ഞാനപ്പോ ആ ടൈം ആകുമ്പോഴത്തേനും ഓഫ് ചെയ്യും. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ആണ് പറയണത്. ഒരു പ്രീ ഹീറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആണ്. ഇനി നമ്മൾ ഈ ബാറ്ററിനെ ടിന്നിലേക്ക് ഇടാൻ പോവാണ്. ഈ സ്പാറ്റിലൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്തിടണം. പക്ഷെ സ്പാറ്റിലല്ലോ, വിസ്കിലുള്ളത്. ഇതൊക്കെ സ്പീഡ് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് സ്ലോ ആയതുകൊണ്ട് ഞാൻ സ്ലോ ചെയ്യുന്നു. സ്ലോ ആൻഡ് എൻജോയിങ് ദ പ്രോസസ് ഓഫ് ദ കേക്ക് മേക്കിംഗ് അല്ലേ, എസ്തെറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിക്ക് ഓസിഡി ഉണ്ടോ? Come on, Mahesh, you can do it. ഇത് കാണാൻ എന്തോ പോലെ ഉണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ. ഇത്ര ഇൻട്രസ്റ്റോടുകൂടി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്തോ? സത്യമായിട്ടില്ല. എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് എത്തിയത് താങ്കൾ? അങ്ങനെ എത്തിയെന്ന് ചോദിച്ചാ തട്ടിമുട്ടിയൊക്കെ എത്തിയ? വീട്ടില് കേക്ക് ചുമ്മാ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ വായ വെക്കാൻ കൊള്ളൂല അല്ലേ? യൂട്യൂബൊക്കെ നോക്കി ഒക്കെ അല്ലേ ഉണ്ടാക്കുക. റെസിപ്പിയൊക്കെ നോക്കി ഉണ്ടാക്കണം. കുഴപ്പമില്ലാണ്ടൊക്കെ വരുമായിരുന്നു. കഴിക്കാൻ പറ്റുമായിരുന്നു. കളയേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ രേൻ ചേച്ചി ബേക്ക് ചെയ്യും. ചേച്ചി നല്ല കിട്ടിലായിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ചേച്ചിയുടെ റെസിപ്പി വെച്ച് ചേച്ചി ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഞാൻ അത് ആസ്വദിച്ച് കഴിച്ചിട്ട് വരും. അപ്പൊ ചേച്ചിയാണ് ഫസ്റ്റ് ഗുരു പറയാം. എന്നിട്ട് ചേച്ചിയുടെ റെസിപ്പി വെച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി. അത് ജസ്റ്റ് തട്ടി. എന്നിട്ട് ചേച്ചി ഈ മെഷറിംഗ് കപ്പ് ഒക്കെ ചേച്ചിയുടെ കളർഫുൾ മെഷറിംഗ് കപ്പ് സ്പോൺസേർഡ് ബൈ. അങ്ങനെ ചെയ്യുമായിരുന്നു ചുമ്മാ വീട്ടില്. ഈ ചേച്ചി ഇടയ്ക്ക് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ അരിച്ചാണ്ട ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അരിച്ചാണ്ട പിന്നെ അമ്മയുടെ 2 ആനിവേഴ്സറിക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ വീട്ടില് അപ്പൊ സെറ്റ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കാണുന്ന സാധനങ്ങളൊന്നും ഇല്ല. ഉള്ളത് വെച്ചൊക്കെ കുക്കർ കേക്കൊക്കെ ആദ്യം ഉണ്ടാക്കി കുക്കറിലൊക്കെ ചെയ്തു. പിന്നെ മൈക്രോവേവ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ചെയ്യുമായിരുന്നു. ഒരു ബേക്കിംഗ് ക്ലാസ്സിന് പോയി ബേസിക്സ് പഠിച്ചു. അത് ചുമ്മാ അത് അമ്മയും ഇങ്ങനെ ഒരുപാട് ഈ കുക്കിംഗ് പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. കളിയാക്കിയതാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ആക്ച്വലി പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ടൈം ഇല്ല. ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് ഒരുപാട് പൊങ്ങൂല. കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഹാഫ് kg കേക്കിനുള്ള ഹൈറ്റ് കിട്ടും. 3 ലെയർ കട്ട് ചെയ്യാനുള്ളത് കിട്ടും. നമ്മള് ടാപ്പ് ചെയ്യുക. അതിന് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടാണേ. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ടവലിന്റെ മേലെ വെച്ച് ടാപ്പ് ചെയ്യുക. അതാണ് കറക്റ്റ്. കളയാൻ വേണ്ടിട്ട്. അതെ. പിന്നെ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ടപ്പ് ടപ്പ് സൗണ്ട് കിട്ടൂല. അതാണ്. അത് ശരി. മറ്റേത് ചുമ്മാ പാത്രം ഇട്ട് ടമ്മേ ടപ്പേ ടപ്പേ രാത്രിയൊക്കെ ടപ്പേ ടപ്പേ. ഓക്കെ മതി. ഒരു 10 പ്രാവശ്യമൊക്കെ ആയി. 8 പ്രാവശ്യം വെച്ചാൽ ലക്കില്ലേ? എനിക്ക് 10 പ്രാവശ്യം ഇഷ്ടം. പറ്റൂല. അതിന്റെ ബർത്ത്ഡേ 12 ആയതുകൊണ്ട് 12 വെച്ചാൽ മതി. 1 2 കറക്റ്റ്. ഓക്കെ. അപ്പൊ ഈ കേക്ക് പൊളിക്കും. ഇനി അടുത്തത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് കേക്ക് ആയിരിക്കും. കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. കേക്ക് ഓൺലി നോ. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ടല്ലേ? നല്ല ചൂടായി കേട്ടോ. തുറന്നപ്പോ നല്ല ചൂടാണ്. കേക്ക് വെച്ചിട്ടുണ്ട്. സമയം ഒരു 24
25 ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. 25 മിനിറ്റ്സ്. അപ്പം ബ്രേക്ക് എടുക്കുക അല്ലേ? നോക്കാം, ബ്രേക്ക് എടുക്കാം. കുറച്ച് നമുക്ക് ആയോ നോക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും മാവൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അതിനടുത്ത് അത് ബേക്ക് ആയി എന്നുള്ളതാണ്. ബേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ആ മാവിന്റെ ഇതിലേക്ക് പറ്റും. ഇതൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്രാക്ക് ആയി വന്നതാ, കുഴപ്പമില്ല. ചിലപ്പോഴും വരാറില്ല. ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടിപ്പോയോ എന്റെ വല്ലതും ആയിരിക്കാം. ടേസ്റ്റ് ഒന്നും മാറില്ല. ക്രീം കേക്ക് ആയതുകൊണ്ട് ഇപ്പൊ ആക്ച്വലി കാണുമ്പോൾ ഉള്ള എഫക്റ്റേ ഉള്ളൂ. കഴിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ക്രീമും കൂടെ വരുമ്പോഴത്തേക്കും ഈ ക്രാക്ക് ഒന്നും കാണില്ലല്ലോ, നമ്മൾ ലെയർ ചെയ്തല്ലേ വെക്കുക. കേക്ക് ഒന്നും പോയിട്ടില്ല, കേക്കൊക്കെ അവിടെ തന്നെ ഉണ്ട്. കേക്കൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് പകുതി കേക്ക് പോയിന്ന് വാട്ടയിൽ. ഞാൻ ഇതിപ്പം ഉറുമ്പ് കയറാണ്ടിരിക്കാനേ ഇങ്ങനെ വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിന്റെ മേലെ പാത്രം വെച്ചിട്ട് അതിന്റെ മേലെയാണ് കേക്ക് വെക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരുടെ രീതിക്ക് വെക്കാം. ഉറുമ്പ് കയറാണ്ട് വെക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. മെയിൻ ടാസ്ക്. ഇങ്ങനെ അടച്ചു വെക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമല്ലോ, അപ്പൊ ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ആ ടൈമില് നമുക്ക് നമ്മുടെ പാത്രങ്ങൾ ആക്ച്വലി ക്ലീൻ ചെയ്യാം. വേറെ കഴുകാനൊന്നും കിടപ്പില്ല, ഈ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ ഗ്യാപ്പിൽ പോയിട്ട് അത് കഴുകി കഴിഞ്ഞാൽ ആ ജോലിയും അവിടെ തീരും. പാത്രങ്ങളൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടുണ്ട്. കാരണം കുറച്ച് പാത്രമല്ലോ, ഒത്തിരി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഈ 20 മിനിറ്റിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളെ ബേക്ക് ചെയ്യുമ്പോൾ വരുള്ളൂ. അപ്പൊ നമ്മൾ കൂട്ടി ഇടുമ്പോ അത് കൂടി പോകുന്നത്. പിന്നെ ബാക്കി വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ചെയ്യാനുണ്ടെങ്കിൽ പാത്രം കഴുകൽ നടക്കില്ല. അപ്പൊ ലോഡായിട്ട് വരും. പക്ഷെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല, ബേക്കിംഗ് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. വേറെ ജോലിയൊന്നും ഇപ്പൊ ഇരിപ്പില്ല, പെൻഡിങ് എന്നാണെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഈ പാത്രങ്ങൾ പോയി ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പൊ ആ പാത്രങ്ങളുടെ കാര്യവും കഴിഞ്ഞു. ലോഡ് വരില്ല. ഇച്ചിരി ഒന്നും വീഴാണ്ടിരിക്കാൻ, പൊടിയോ അല്ലെങ്കിൽ പല്ലിയോ ഒക്കെ ചാടണ്ടല്ലോ എന്നുള്ള രീതിക്ക് അടച്ചു വെക്കുക. ഇനി ബാക്കി കേക്ക് കൂടെ തണുത്തൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ലെയർ ചെയ്ത് ക്രീം ചെയ്യാം. അത് കുറച്ച് ടൈം വേണം, ഒരു 2-3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് കൂളാവും. കൂളിംഗ് റാക്ക് ഉണ്ട് ഇങ്ങനെ ഗ്രില്ല് പോലെ ഇരിക്കുന്ന, അതിനകത്തേക്ക് കേക്ക് നമ്മൾ ഇപ്പോഴേ തട്ടി വെക്കുകയാണെങ്കിൽ കേക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കൂളാവും. പിന്നെ ചിലര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബേക്ക് ചെയ്ത ടിന്നിൽ തന്നെ നമ്മൾ കേക്ക് വെച്ചേക്കുകയാണെങ്കിൽ കേക്ക് മൊരിഞ്ഞു പോകും എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് മൊരിഞ്ഞു പോകുന്നത്? കാരണം ഈ ടിന്ന് ചൂടുണ്ടാവും, അതുകൊണ്ട് മൊരിഞ്ഞു പോകുന്നു എന്നുള്ളതായിരിക്കാം. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ടിന്നിലേക്കൊന്നും മാറ്റാണ്ട് ഡയറക്റ്റ് ഇതിലേക്ക് വെച്ചത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ടിന്നിലേക്ക് വെച്ച്. ഇത് കേക്കിന്റെ ടിന്ന്, ഇത് ഫുഡിന്റെ ടിൻ. ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി. 2 ദിവസം വരെ ഫുഡ് വെക്കണ്ട. കൊള്ളാമല്ലേ? ചൂടാക്കി വെച്ചൊരു അടിപൊളിയായിരിക്കും. എന്നിട്ട് തൈരും കൂടെ ഇട്ടങ്ങ് കഴിക്കുക. തൈരും കുഴച്ച് കഴിക്കുക. നെക്സ്റ്റ് ഇനി നിങ്ങളുണ്ടോ? ഇനി ക്രീം എടുക്കുമ്പോ ക്രീം ചെയ്യുമ്പോൾ വീഡിയോ അല്ലേ? ഇത് 2 hours ഇത് എന്താവും? കൂളാവും അല്ലേ? അപ്പൊ കൂളാവാതെ അടിച്ച എന്ത് സംഭവിക്കും? മെൽറ്റ് ആവും? ഇല്ല, കേക്ക് ഒന്നാ നല്ല ചൂടായിരിക്കും. അത് ചിലപ്പോ നമ്മൾ കട്ട് ചെയ്യുമ്പോ അത് പൊടിഞ്ഞൊക്കെ പോകാം ആ ചൂടോട്. പിന്നെ ചൂട് നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റൂല. അപ്പം ഗ്ലൗസ് ഇടാലോ? ഗ്ലൗസ് ഇട്ടാല് നല്ല ചൂടല്ലേ? അതൊന്ന് സെറ്റ് ആവട്ടെ. കേക്ക് ഇങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് സെറ്റായി തനിയെ കൂളാവുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് സാധനവും ചൂട് ഇപ്പൊ ഓക്കെ, ചില സാധനം നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമെങ്കിൽ കുറെ സമയം അത് സെറ്റ് ആണോ? കേക്ക് ചൂടാക്കി ബ്രൗണി ഒക്കെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഐസ്ക്രീം കൂടെ കഴിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ഒന്ന് അത് സെറ്റ് ആവാൻ ഒരു ടൈം അതിന് കൊടുക്കണം. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ അതൊരു സെറ്റായി കിട്ടും. സെറ്റാണ്. അടുത്ത എന്ത് സ്റ്റെപ്പാണ് ഇത്? ചൂട് വെള്ളം തിളച്ച് ഒഴിക്കുന്നു. ഓ മോനെ, മുഖത്തൊന്നും ഒഴിക്കലട്ടാ. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ എടുത്തതാ കേക്കിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനേ വേണ്ടിയിട്ട്. കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്ക് ഇപ്പം മറ്റേ OHP ഷീറ്റ്, ട്രാൻസ്പെറന്റ് ഷീറ്റ് ഒക്കെ കിട്ടും. ഇതില് വേണമെങ്കിൽ വരച്ചൊക്കെ എന്തെങ്കിലും എടുക്കാം. ഇതിപ്പോ ഞാൻ വരയ്ക്കല്ല, എന്റെ മോൾഡ് ഉണ്ട്. അപ്പൊ മോൾഡിൽ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിട്ട് ഇച്ചിരി ചോക്ലേറ്റ് കേക്കിന്റെ മണ്ടയിൽ വെക്കാൻ വേണ്ടി, കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ഡെക്കറേഷൻ പോലെ വെറുതെ വെക്കാം. ഒരു ഭംഗിയായിരിക്കും ചോക്ലേറ്റ്സ് വെക്കുമ്പോ. ചോക്ലേറ്റ് ട്രഫില് ഇത് മുകളിൽ വെക്കുമ്പോ ഭംഗിയായിരിക്കും അല്ലേ? വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആ ഭംഗി പോകും, ഗുമ്മ് പോവില്ലേ? അടുത്തത് എന്താണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്? സവാള ബ്ലാക്ക് കളറിൽ ഇരിക്കാൻ പോലെ ഇരിക്കുന്നു. സവാള ഗിരിഗിരി.
സവാരി ഗിരിഗിരി. ചോക്ലേറ്റ് ഗനാഷ് വേണം ട്രഫിൾ കേക്കിലകത്ത് ക്രീമിന്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് ലെയർ ചെയ്യുമ്പോൾ ഗനാഷും കൂടി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് എന്ന് വെച്ചാൽ ചോക്ലേറ്റ് സോസ് തന്നെയാണ്. ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഇത്. ഡാർക്ക് കോമ്പൗണ്ടും ഫ്രഷ് ക്രീമും കൂടെയുള്ള മിക്സ് ആണ് ചോക്ലേറ്റ് ഗനാഷ് എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ആണ് നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നത്. ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് മനസ്സിലായത് ചോക്ലേറ്റ് ഗണേസ് എന്ന്. അപ്പൊ ഞാൻ ഇതൊന്ന് ഗണേശിനെ വിളിക്കുന്നത്, അപ്പൊ ചോക്ലേറ്റ് മുറുകെന്ന് വിളിച്ചാ പറയുന്നതൊക്കെ എൻ്റെ വിചാരം, എൻ്റെ ക്രിയേറ്റീവ് തിങ്കിങ്ങിലോട്ടൊക്കെ പോയി. ഓ, ക്രിയേറ്റീവ് തിങ്കിങ്. ഇത് ഫ്രഷ് ക്രീമും ഗനാഷും അങ്ങനെ എന്താ നമ്മൾ 2:1 എന്നൊക്കെ റേഷ്യോ പറയും. 2:1 എന്ന് വെച്ചാൽ 2 പീസ് ഗണേശും 1 പീസ് വനിലയാ. ചോക്ലേറ്റ് അയ്യോ അതെങ്ങനെയായിരുന്നു? ഓ, ബേക്കർ മറന്നുപോയി. അല്ല, ഞാൻ ആക്ച്വലി അങ്ങനെ കറക്റ്റ് റേഷ്യോ നോക്കിയല്ലേ ചുമ്മാ കിട്ടി പോയാ പോയെന്നാ. ചോക്ലേറ്റ് ഒരു അളവിന് എടുക്കും. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഫ്രഷ് ക്രീം ഞാൻ ഒഴിച്ച് ഇത് മെൽറ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും നമുക്കൊരു ആ ഒരു കൺസിസ്റ്റൻസിയും കളറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി റേഷ്യോ വെച്ചൊക്കെ ഞാൻ പണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അപ്പൊ ആക്ച്വലി അത് നമ്മുടെ ടേസ്റ്റും കൂടെ അനുസരിച്ചാണ് ഫ്രഷ് ക്രീമിന്റെ ഒക്കെ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് എത്രയാണ് ഇപ്പൊ ചെയ്യാൻ പോണത്? ഞാനൊരു ഈ ബൗളിനകത്ത് ഉള്ള ഒരു കണക്കാണ്. കാരണം ഇത് 1/2 kg കേക്ക് അല്ലേ, അപ്പൊ ഒത്തിരി വേണ്ട. പക്ഷെ നമുക്ക് അകത്ത് ലെയറിലിടാൻ കുറച്ച് വേണം. പിന്നെ മേളില് കേക്കിന്റെ മേലേലും കൂടി നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേണം. അപ്പൊ ഇതിപ്പോ ഇത്ര മതിയാവും. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അപ്പം ചെയ്യാം. പക്ഷെ ഇത് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രീമും കൂടെ വരുമ്പോ സെറ്റ് ആവുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ് ആവും. ഇത് മെൽറ്റ് ആക്കണോ? ഇത് മെൽറ്റ് ആക്കിയിട്ട് വേണം ഇതിൽ ക്രീം ആഡ് ചെയ്യാൻ. ഇത് മൈക്രോവേവ് ഉണ്ടെങ്കിൽ എന്തിലും വെച്ചാ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ആക്ച്വലി മൈക്രോവേവിൽ വെച്ചെടുത്താൽ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും. ഇതിപ്പം ഞാൻ ഇവിടെ എനിക്ക് ഓവനിൽ മെൽറ്റ് ചെയ്യാനുള്ള പരിപാടി അറിയില്ല. മൈക്രോവേവില് ഇല്ല, വ്യത്യാസമുണ്ട്. മൈക്രോവേവിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അതാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ്. ഇതിപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ മറ്റേ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യണത്. അതാണ് ഈ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്ന പരിപാടി. മെൽറ്റ് ആകുന്നേ ഉള്ളൂ. സമയം എടുക്കുമല്ലേ? അല്ല, അതായോന്നും അറിയില്ല. അറിഞ്ഞൂടാ. നമ്മള് മറ്റേ വിസ്ക് വെച്ചൊന്ന് കുത്തി നോക്കണം. ഞാൻ പോയി വിസ്ക് എടുത്തിട്ട് വരാം. വിസ്കി എടുക്കണമല്ലേ? അപ്പൊ ഒരു ഗ്ലാസ് ഒഴിച്ചു വെച്ചോ. അപ്പൊ കിണ്ടി ചൂട് വെള്ളം. ഈ 3 മോൾഡാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത്. ഹാർട്ട് ഷേപ്പ് ആൻഡ് റൗണ്ട് ഷേപ്പ് ആൻഡ് സ്ക്വയർ ഷേപ്പ്. ഹാർട്ട് അല്ല അത് ആക്ച്വലി. കണ്ടോ ഇവിടെ ഇങ്ങനെയാണ്. കുറെ ഉണ്ടല്ലോ ഐറ്റം. അത് ഇനിയും ആക്ച്വലി കുറെ ഉണ്ട്. മെൽറ്റ് ആയില്ലേ? അത്ര മെൽറ്റ് ആയില്ല. പക്ഷെ ചിലപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ മെൽറ്റ് ആവില്ലേ? ചൂട് വെള്ളം കുറച്ചുകൂടെ ചൂട് വേണം തോന്നുന്നു. ചൂട് പോയി. അപ്പോൾ കുറച്ചുകൂടെ വേണം. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വേണ്ടതല്ലേ? ചൂട് വേണം. ഇതാണ് ചൂട് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ പ്രശ്നം. ഓവനാണ് അല്ല മൈക്രോവേവിലാണെങ്കിൽ ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടിയാ പോരെ? വെള്ളം അത് മതി അല്ലേ? കുറച്ചുകൂടെ വയ്ക്കാം. അത് ആക്ച്വലി ഡാർക്ക് കോമ്പൗണ്ട് എപ്പോഴും വൈറ്റ് കോമ്പൗണ്ടിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവും. ഇത് കത്തിച്ചു കൊടുക്കാം അല്ലേ? കത്തിച്ചു കൊടുക്കാം. നോക്കിയാൽ കത്തിക്കണം. കുത്തി ഇളക്കിയത് മോഡലാക്കുമല്ലേ? കുത്തി ഇളക്കിയിട്ട് ഇത് മോൾഡിലാക്കില്ല. ഇത് ഞാൻ സോസ് ഉണ്ടാക്കാം. ഞാൻ ഇത്തവണ വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ മേളിൽ ടോപ്പറായിട്ട് വെക്കുന്നുള്ളൂ. ക്രീം എന്തായാലും ചോക്ലേറ്റ് കളർ ആണല്ലോ. മൊത്തത്തിൽ ചോക്ലേറ്റ് ആണല്ലോ. അപ്പൊ വൈറ്റ് ചോക്ലേറ്റ് മാത്രമേ ഇത്തവണ ടോപ്പറായിട്ട് വെക്കാന്ന് വിചാരിച്ചു. വേണമെങ്കിൽ രണ്ടും വെക്കാം. അല്ല, ഇത് നമുക്ക് ലെയർ ചെയ്യുമ്പോഴേ കേക്കിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരില്ലേ? നമ്മൾ കഴിക്കുമ്പോഴായാലും ചോക്ലേറ്റ് വരില്ലേ? അതാണ് സംഭവം. ഇത് ഫ്രഷ് ക്രീം എടുത്ത് മിക്സ് ചെയ്യോ? അപ്പോഴാണ് ഡൈല്യൂട്ട് ആവോ? അപ്പോഴാണ് ഇത്
ചോക്ലേറ്റ് ഗനാഷ് ആവുക, സോസ് പോലെ ആവും. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അത് കുറച്ച് കഴിയുമ്പോൾ അത് ചോക്ലേറ്റ് അല്ലേ, കട്ട പിടിക്കും. കട്ട പിടിക്കും. അപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ അകത്ത് കയറി കട്ട പിടിക്കുമോ വയറ്റിനകത്ത് കയറി ചോക്ലേറ്റാ? കഴിക്കുമ്പോൾ? ആണോ? ഓ മാൻ, മൈ ഓൾ ലൈഫ് വാസ് എ ലൈ. ആരും പറഞ്ഞു തന്നില്ല. ഇതിപ്പോ ചെപ്പ് പണി കിട്ടും തന്നെ. അതെന്ത്? അതിൽ കുറെ വെള്ളം ചാടി വന്നു. ഫ്രഷ് ക്രീമിൽ ഉണ്ടാവാറുണ്ട്, ചിലപ്പോ ഇളക്കുമ്പോ ശരിയാവും. എല്ലാം കണ്ട. ഓഫ്, കൈ വെച്ചാ മതി, പൊളിയാണ് സംഭവമാണ്. ശരിയോടെ ക്രീം വെച്ചു കൊടുക്കാം. കുലുക്കി കുലുക്കി നോക്കും. ഡിസൈൻ കൊള്ളാം. ഇനിയിപ്പോ മായ്ക്കണ്ട, ഇങ്ങനെ കൊടുക്കാം നമുക്ക്. നല്ല കേക്ക് കോഫി ഉണ്ടാക്കിയ പോലെ. ഓർമ്മിപ്പിക്കല്ലേ. മാജിക്, അടിപൊളി. കണ്ണാല കണ്ണാല ഒന്നാല ഒന്നാല. ഓഫ്, ടേസ്റ്റ് ഉണ്ടല്ലേ? നക്കി നോക്കിയാലോ. പൊളിച്ചില്ലേ? എനിക്ക് വേണ്ട. അയ്യോ, ഐ ആം ഡൈറ്റ് സോറി. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഈ ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര. ഡാർക്ക് ചോക്ലേറ്റിന് ആ കയ്പില്ല ഇതിന് ആക്ച്വലി, ക്രീമും കൂടെ വരുമ്പോ. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നല്ല ടേസ്റ്റാ. ഇതിലിപ്പോ ഓക്കെ ആവൂല്ലേ? ചൂടാ നല്ല ഇതിനുള്ള ഉദ്ദേശം ഇതിനെയാണ് ഉദ്ദേശിച്ചത്. എന്നെയോ? പൊട്ടി തരിയും ആരെങ്കിലൊക്കെ. അതുകൊണ്ടാ സമയം എടുക്കൂല്ലേ? ഉള്ളിൽ വെച്ചാലോ 10 സെക്കൻഡ്സ് വെച്ചാലേ. ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. നീ എങ്ങനെയാണ് 12th പാസ് ചെയ്തത്? ഞാനാ? പാസ്സായില്ലേ? ഇല്ല, 12th പാസ്സായില്ല. പാസ്സാവാത്ത ഞാൻ കോളേജിൽ കയറി. അതെ, ചാടി കയറി പോയി കോളേജിൽ. കോമ്പൗണ്ട് ഓപ്പൺ ആയപ്പോ അങ്ങ് കയറി പോയില്ലേ? കൊള്ളാം. 12th പഠിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ ചുമ്മാ അടിച്ചുവിട്ടില്ലേ? നിനക്ക് അറിയാത്തോണ്ട് എന്റെ ഭാഗ്യം. എനിക്കറിയത്തില്ല കേട്ടാ, അവളുടെ ഭാഗ്യം. ഞാൻ ശരിക്കും എവറിങ് ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾ. ദ മൈന്യൂട്ട് തിങ് ഈസ് കോൾഡ് ആറ്റം. എവറി ആറ്റം ഈസ് മേഡ് അപ്പ് ഓഫ് എ സിസ്റ്റം. അതൊന്നുണ്ടാ എല്ലാം ചമ വിടും. ഞാൻ കുത്തി നോക്കണോ? കോമ്പൗണ്ട് ചോക്ലേറ്റ് എന്തോ മിസ്റ്റേക്കാ. സെയിം കമ്പനി അല്ലേ? സെയിം കമ്പനിയാണ്, പക്ഷെ ചില സമയം ഇങ്ങനെ ആവാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഉച്ചയ്ക്കോ? നോക്കാം, ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആയാ. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പൊ എന്തായി വൈറ്റ് ചോക്ലേറ്റ് കിട്ടിയോ നിങ്ങൾക്ക്? അത് തലമുടി അടിച്ചു പൊട്ടിക്കാ? തലവേദന കാരണം ഞാൻ കുറച്ച് ഔട്ടായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം ഇന്നാണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ കേക്ക് ചെയ്യുമ്പോ ഞാൻ അതെ അങ്ങനെയൊന്നുമല്ല, കേക്കിൽ ഇൻവോൾവ് ആണ്. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം വന്നാൽ ആ കാര്യത്തിലാണ് ഞാൻ ഇതാവുന്നത്. അപ്പം എന്ത് പറ്റി ആലോചിച്ചപ്പോഴാണ്, സമാധാനത്തിൽ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് കിട്ടിയത്. എനിക്കിത് മുമ്പും പറ്റിയിട്ടുണ്ട്. അപ്പൊ സംഭവം ടെമ്പറേച്ചർ കൂടി പോകുമ്പോഴാണ് ഈ വൈറ്റ് കോമ്പൗണ്ട് കട്ട പിടിക്കുന്നത്. കട്ടയല്ല, അത് ഒരുമാതിരത്തെ ഒരു പരുവ. നേരത്തെ വീഡിയോ കണ്ടല്ലോ, ആ ഒരു പരുവോ. അത് മെൽറ്റും ആവത്തില്ല, തിരിച്ച് കട്ടിയാവുന്നില്ല, എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ കുറച്ചു നേരം സമാധാനത്തെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ടെമ്പറേച്ചർ കൂടി പോയോണ്ടാണ്. അപ്പൊ നമ്മൾ തിരിച്ചെങ്ങനെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും? ഫാനിൽ വെച്ചാൽ മതി. ആദ്യമേ ആ ബൗള് മാറ്റുന്നത് നല്ലത്, കാരണം ആ ബൗള് ഫുൾ ചൂടായിരുന്നു നല്ലപോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് എടുത്തു. എന്നിട്ട് പതുക്കെ ഇരുന്ന് ഇങ്ങനെ കലക്കി ഇപ്പൊ ഇത്രയായി. ലിക്വിഡ് ആവണുണ്ട്. ഇങ്ങനെ ഇരുന്നിരുന്നു ഇപ്പൊ കുറച്ച് കൂളായല്ലോ. പിന്നെ നമ്മള് ഫാനൊക്കെ ഇട്ടേക്കായിരുന്നു. അപ്പൊ അതിലിരുന്ന് ഇങ്ങനെ കലങ്ങി വന്നപ്പോ ഇപ്പൊ കുറച്ച് ആയി സെറ്റായി വരണുണ്ട്. അപ്പൊ പതിയെ ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും അത് സെറ്റ് ആവും. ടെമ്പറേച്ചർ കൂടി പോണോണ്ടാണ് ഈ വൈറ്റ് കോമ്പൗണ്ട് കട്ട പിടിക്കുന്നത്. ടെമ്പറേച്ചർ കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നമല്ലേ? പെട്ടെന്ന് മാറ്റണം. ഈ തിളച്ച വെള്ളത്തില് അത്രയും തിളച്ച വെള്ളത്തിൽ വെക്കണ്ടായിരുന്നു. അതേപോലെയാണ് ജീവിതം. BP കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. ബാലൻസിൽ ഇരിക്കണം. പറഞ്ഞ ആര് കേക്കാൻ? അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. BP കുറയുന്നത് എന്റെ കയ്യിലല്ലല്ലോ. അതിന് എന്ത് ചെയ്യണം? പ്രിസർവേറ്റീവ്സ് എടുക്കണം. പക്ഷെ പ്രിസർവേറ്റീവ് സോറി റോങ് ഇംഗ്ലീഷ് മാറിപ്പോയി.
കിളക്ക് നല്ല ഇളക്ക് ഒരു സന്തോഷല്ലേ ഈ പരുവത്തിലായപ്പോ. ആർക്ക് എനിക്ക് യാ ഡിൻ ഡി 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 ഡി. നമുക്ക് സമയമില്ലാന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇതിരുന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട്. ഇപ്പൊ പിന്നെ ഇഷ്ടമുള്ള സമയം ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇത് ഗണേശ ആക്കാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ക്രീമും കൂടെ ആക്കി അങ്ങ് ഇതാക്കാം. ഇപ്പം കോംബോ ഇതില് മോൾഡിൽ ഒഴിക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് കറക്റ്റ്. എന്താണ് വെയിറ്റിംഗ് ഇവിടെ? ഇത് മെൽറ്റ് ആവാൻ കുറച്ചുകൂടെ ഇനിയാവണ്ട, കുറച്ചു നേരം കൂടെ ഫാനിൽ വെക്കുമ്പോഴത്തേക്കും ഇപ്പൊ എത്രയായി. ഭയങ്കര ലിക്വിഡ് ആയിട്ട് വന്നില്ല, പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു പരുവത്തിൽ വന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് സെറ്റായി. കണ്ടോ? ഇത് കുറച്ചേരം ഞാൻ വെളിയിൽ വെക്കും, അതൊന്ന് കട്ട് ആയിക്കോളും. പിന്നെ എന്നിട്ട് ഫ്രീസറിൽ വല്ലതും എടുത്ത് വെക്കാം. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഫ്രീസർ വെക്കും. ഇപ്പൊ തൽക്കാലം അവിടെ ആ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് എന്ന് വെച്ചാൽ കുറച്ചേരം വെളിയിൽ ആക്ച്വലി വെക്കാനുള്ള റീസൺ എന്താ അറിയോ? ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചൊക്കെ കൊണ്ട് ഫ്രീസറിൽ വെക്കണം. മറ്റത് വെളിയിൽ വെച്ചിരുന്നാൽ തനിയെ കട്ടിയാവും. എടുത്ത് വെച്ചാൽ എളുപ്പമുണ്ട്. മൂന്ന് ടൈപ്പ് ആണല്ലോ. ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ഡെലിവറി ആരാണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഈ ട്രാൻസ്പോർട്ടേഷൻ. ഇതേപോലെ എത്ര മോളുണ്ട്? ഇതേപോലെ ഒരു 1000. എല്ലാം 1000 കണക്ക്. നമ്മള് ക്രീം അടിക്കാൻ പോവാണ്. അപ്പത്തേനും വേൻ എടുക്കൂലേ അടിക്കുമ്പോ? അല്ല, വേൻ എടുക്കാത്ത രീതിയിൽ അടിക്കുവാണ്. അത് അടിച്ചു കാണിക്കട്ടാ, ക്രീം അടിച്ചു കാണി, അല്ലാതെ അങ്ങനെ നമ്മുടെ പ്ലസ് ചുമക്കുന്നു. തല കയറി ആര് കയറി നോക്കട്ടെ. തുപ്പല് വെക്കിന്നാണ് ഉദ്ദേശിച്ചത്. തുപ്പല് വെക്കാൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഒരു ഈ ഹാഫ് kg കേക്കിന് ഏകദേശം ഒരു 1 കപ്പൊക്കെ മതിയാവും ക്രീം. കുറച്ച് ലാവിഷ് ആവട്ടെ. ഈ ദോശമാവുകളുണ്ട്. ദോശമാവിന്റെ പോലെ ഉണ്ടാ അല്ലേ? ടെക്സ്ചർ ഡിഫറെന്റ് അല്ലേ? ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. ഞാനിവിടെ ആക്ച്വലി ക്യാമറയുടെ ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. പണ്ട് മറ്റേ ട്രോപ്പോലൈറ്റ് ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ട്രോപ്പോലൈറ്റ് നല്ലതാണ്. അപ്പൊ ഇടയ്ക്ക് ട്രോപ്പോലൈറ്റ് കിട്ടാണ്ടായപ്പോ ക്യാമറ വാങ്ങിച്ചതാ. ആക്സിഡന്റലി എന്ന് വെച്ചാൽ അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മറ്റേ വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതെനിക്ക് എനിക്ക് പേര് മറന്നുപോയി. പക്ഷെ കുറെ പേര് മെജോറിറ്റി ആൾക്കാർ അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം തൊട്ടേ ആ ക്രീം അത്ര എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ല, എനിക്ക് സെറ്റ് ആവുന്നില്ല. എന്നുവെച്ചാൽ ക്രീം ബീറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ പരുവത്തിന് വരണമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിക്ക് വരണമല്ലോ. അപ്പൊ എനിക്ക് ആ ക്രീം എന്തൊക്കെ എനിക്കത് അത്ര സെറ്റ് ആവണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു സമയത്ത് മാത്രം അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഗോൾഡൻ മാർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഒരു ക്രീം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു, പക്ഷെ റേറ്റ് ഇച്ചിരി കൂടുതലാ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, വെറുതെ കഴിക്കാനും ടേസ്റ്റ് ആയിരുന്നു, വെയിറ്റ് ചെയ്യാണ്ട്. ഇല്ല, പക്ഷെ ഞാൻ പിന്നെ അത് ഭയങ്കര റേറ്റ് ആയിട്ട് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ് ട്രോപ്പോലൈറ്റ് യൂസ് ചെയ്തോണ്ടിരുന്നു, അത് നല്ല ക്രീമാ. അത് കഴിഞ്ഞ് ഈ ട്രോപ്പോലൈറ്റ് ഒരു ദിവസം കടയിൽ പോയപ്പോഴത്തേനും ട്രോപ്പോലൈറ്റ് ഇല്ല, പക്ഷെ എനിക്ക് അന്ന് ക്രീം വേണം. അപ്പൊ വേറെ കേക്കിന് അപ്പത്തേനും ഇനിയിപ്പോ വേറെ കടയിൽ പോ അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അപ്പൊ അവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞു ക്യാമറ ഇത് എന്താ പുതിയതാണ്, കൊള്ളാം, നല്ലയാന്ന് തോന്നുന്നു, ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി സംഭവം കൊള്ളാം. ഇതിനധികം മധുരം നമുക്ക് എക്സ്ട്രാ അധികം ആഡ് ചെയ്യേണ്ടി വരില്ല, ഇച്ചിരി ഒക്കെ ആഡ് ചെയ്താൽ മതി. ഒരു അത്യാവശ്യം മധുരം ഇതിന് തന്നെ ഉണ്ട്. അപ്പം മധുരം കുറവ് വേണം എന്ന് പറയുന്നവർക്ക് ആക്ച്വലി ഷുഗർ തന്നെ ആഡ് ചെയ്യണ്ട, ക്രീമിലുള്ള മധുരം തന്നെ നമുക്ക് ഇതിനാവുമ്പോൾ കുറച്ച് മധുരം ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിപ്പോ ഞാൻ ഈ ഇത് എടുത്തിട്ട് എന്തായിരുന്നു പറയുന്നത്, ബീറ്ററിന്റെ ബ്ലേഡ്. ഇതും ക്രീമും ഇങ്ങനെ ബൗളിൽ അളന്നെടുത്തല്ലോ നമ്മൾ. 1 കപ്പ് ക്രീമാണ് 1/2 കിലോ കേക്കിന് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ബീറ്ററിന്റെ ബ്ലേഡും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി നേരം ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ചിട്ട് അപ്പൊ തണുക്കാനാണ് ഫ്രീസറിൽ വെക്കുന്നത്. തണുപ്പ് വേണം. ഞാൻ കേട്ടില്ലായിരുന്നു, ഈ സ്റ്റുഡന്റ് കൊള്ളൂല, ശരിയാവൂല. അപ്പൊ അപ്പത്തേക്ക് ഇത്
പക്ഷേ ഞാൻ പറയട്ടെ അപ്പത്തേനും ഇത് തണുക്കുമ്പത്തേനും ഇതിന് കുറച്ച് തണുപ്പ് വേണം. അപ്പോഴാണ് ആ ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് വിപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുക, ബീറ്റ് ചെയ്ത് ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാൻ പറ്റണേ. അപ്പൊ നമ്മളിപ്പോ ഇത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. പിന്നെ AC റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണമെന്നില്ല, കാരണം ആ ടെമ്പറേച്ചർ റൂമിലെ ടെമ്പറേച്ചർ തണുപ്പായിരിക്കുമല്ലോ. അപ്പം ആ ക്രീം നല്ല ശരിക്കും പറഞ്ഞ AC റൂം കൊള്ളാം. ഞാൻ ഈ വീഡിയോസിലേക്ക് കാണുമ്പോൾ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ AC റൂമിൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഭവം കൊള്ളാം, ഡിഫറൻസ് ഉണ്ട്. കാരണം ഈ നല്ല ചൂട് സമയത്തൊക്കെ നമുക്ക് ക്രീമിന്റെ കൺസിസ്റ്റൻസി മാറും. അപ്പൊ നമ്മള് ഫുൾ AC റൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും AC റൂം പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചെടുക്കാം. പിന്നെ ഒരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മള് ബൗളില് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിന്റെ മേലെ ഈ ബൗള് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം ആ ക്രീം തണുപ്പ് തന്നെ ആയിട്ടിരിക്കില്ല. അപ്പൊ അത് ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് വിപ്പായി കിട്ടും. പക്ഷെ ഞാൻ അത്ര മെനക്കെടാറില്ല. അത് ഞാൻ ഒന്നാമത് വീട്ടിൽ ഞാൻ ഐസ് ക്യൂബ്സ് വെക്കാറില്ല. പിന്നെ രണ്ടാമത് ഞാൻ അങ്ങനെ അത്രയും മെനക്കെട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ബൗളിൽ ഒഴിക്കുക, ബ്ലേഡും കൂടെ വെക്കുക, ഇതിനെ ഫ്രീസറിൽ കുറച്ചു നേരം വെച്ചിട്ട് എടുക്കണം. അപ്പത്തേക്കും തണുപ്പായി കിട്ടും. എന്നിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ബ്ലേഡും തണുപ്പാവും. ബ്ലേഡിലും ആ തണുപ്പ് നിൽക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ബ്ലേഡും കൂടി ഇട്ട് വെക്കുന്നത്. എന്നിട്ട് പുറത്തെടുത്തിട്ട് പഞ്ചസാരയൊക്കെ എന്നിട്ട് ആഡ് ചെയ്താൽ മതി. ക്രീമല്ലേ നമുക്ക് തണുക്കണ്ടേ, ബാക്കി പിന്നെ ഇട്ടാലും മതി. അപ്പൊ നമുക്കിത് ഫ്രീസറിൽ ഇനി എന്താണ് കൂട്ടുകാരെ പറഞ്ഞു തരൂ. കേക്ക് സോക്ക് ചെയ്യാൻ സാധാരണ ഷുഗർ പാനിയാണ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഷുഗർ പാനി എനിക്കിപ്പോ ഉണ്ടാക്കുമ്പോ ഒരു കേക്കിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഞാൻ ഉണ്ടാക്കുമ്പം ക്വാണ്ടിറ്റി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് ബാക്കി വെക്കും. പിന്നെ കണ്ടിന്യൂസ് കേക്കുകളൊക്കെ കുഴപ്പമില്ല, തീരും. പക്ഷെ അപ്പൊ എന്ത് പറ്റും, ചിലപ്പം അടുത്ത കേക്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ തികയാതെയും വരും. ഞാനിപ്പോ ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അടുത്ത കേക്കിന് വേണ്ടി തികയാണ്ടും വരും. അപ്പൊ അങ്ങനെ വീണ്ടും ഉണ്ടാക്കണം. അത് പിന്നെ തണുക്കണം. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അപ്പം ഈ ഷുഗർ പാനി തീരുമ്പോൾ വേഗം പാലില് പഞ്ചസാര കലക്കി അങ്ങനെ സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ പാലും ഇപ്പൊ എപ്പോഴും ഒന്നും ചൂടാക്കി വെച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അമ്മ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ദിവസം മിൽക്ക് മെയ്ഡ് ട്രൈ ചെയ്തു. ഒരു ദിവസം ട്രൈ ചെയ്തു, പിന്നെ സ്ഥിരമാക്കി. ആക്സിഡന്റലി എന്നല്ല, ഞാൻ ചോദിച്ചാ മിൽക്ക് മെയ്ഡ് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് സോക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. മിൽക്ക് മെയ്ഡിൽ വെള്ളം ആഡ് ചെയ്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട്, കാരണം ഇത്രയും കോൺസെൻട്രേഷൻ വേണ്ടല്ലോ, ഇത് ഭയങ്കര തിക്കല്ലേ. അപ്പൊ നമുക്ക് ഇത് ആവശ്യമില്ല, കാരണം കേക്കിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ. പിന്നെ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് ഇപ്പം സ്ഥിരം സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേക്കിന്. അപ്പൊ എനിക്ക് എന്തോ എന്റെ മനസ്സിന്റെ ആണോന്ന് അറിയില്ല, എനിക്ക് കേക്കിലും ഒരു ഡിഫറൻസ് ഉള്ളതുപോലെ കാരണം മിൽക്ക് മെയ്ഡിന്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണല്ലോ. വെള്ളം വെറും ഷുഗർ പാനി ഒഴിക്കുന്നതിനെക്കാട്ടിലും മനസ്സിന് നന്മ മുഖത്തിൽ കാണും എന്നൊക്കെ പറയൂല, അതേപോലെ എന്താണ് കേക്കിന് നന്മ വായിൽ വെക്കുമ്പോ കാണുന്ന എന്തോ ഇപ്പൊ പറയാന്നില്ലേ, ഞാനാ എന്തോ പറയാന്ന് കേക്ക് കഴിക്കുമ്പോ ടേസ്റ്റ് അറിയാൻ പറ്റുന്ന സോറി കൺഫ്യൂസ്ഡ്. കുറച്ച് മിൽക്ക് ഞാനിപ്പോ ഈ ഒരു ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു ടിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ ടിന്നിൽ ഇത്രയൊന്നും വേണ്ട. അപ്പൊ ഇതില് ഒരു 1/4 പാത്രമൊക്കെ മതി നമുക്ക് ഒരു കേക്ക് സോക്ക് ചെയ്യാൻ. അത് 1/2 kg ഒക്കെ ആവുമ്പോ എന്തായാലും ഒരു ഇത്ര ആ കാലല്ല ഈ കാൽ അളവ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ മതി. ഈ പാത്രത്തിന് ഒരു 1/4 ഭാഗം മതി, 1/4. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഞാനിങ്ങനെ കറക്റ്റ് ഇത്ര ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അങ്ങനെ ഒരു അളവില്ല. അപ്പൊ ടേബിളും സ്പൂണും ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇവർ ഈ പാക്കറ്റ് തുടങ്ങിയതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്. സാച്ചേ പാക്കറ്റ് മതി, ഇത്ര മതി. അല്ല, ഇത് ഒഴിച്ചിട്ട് ഇതിപ്പോ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്, എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യും. എന്റെ കുപ്പിയിലെ വെള്ളം ഒഴിക്കും. വെള്ളം കറക്റ്റ് ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, എന്റെ കുപ്പിയിലെ വെള്ളം തീർന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വലി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം വെള്ളമാണ് ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ
നമ്മൾ ഇച്ചിരി കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു മധുരം ടേസ്റ്റ്, മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ, പക്ഷെ നമുക്ക് അത്രയും കോൺസെൻട്രേറ്റഡ് ടേസ്റ്റ് വേണ്ട. അപ്പൊ ഭയങ്കര ഡൈല്യൂട്ട് ആയിട്ടൊരു ടേസ്റ്റ്, പക്ഷെ എന്നാൽ വെള്ളം ആവാൻ പാടില്ല, ടേസ്റ്റ് വേണം, മധുരം അറിയണം, ആ ഒരു ഫ്ലേവർ പോലെ അറിയണം. അപ്പൊ അതിന് പാകത്തിന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ടേസ്റ്റ് കൊള്ളാം എന്നൊരു പരുവത്തില് നമ്മള് അതാണ് അളവ്. അതിലൊരു ഫിക്സഡ് അളവ് ഞാൻ എടുക്കാറില്ല. വെള്ളം മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഇത് ബാക്കിലോട്ട് ആക്കിയാ പോരെ. സോറി, ഇത് പോതും എനക്ക് ഇത് പോതുമേ. അയ്യോ, ഇതിനൊക്കെ ഉത്തരം പറയുന്നല്ലോ. ഇത് നമുക്ക് ഇനി കുറച്ച് നോക്കണം. മനസ്സിലായല്ലോ. എന്തോന്ന് മനസ്സിലായി? കൊടി കൊടി വെള്ളം മുന്നോട്ടാണ്. ഇച്ചിരി കൂടെ മിൽക്ക് മെയ്ഡ് വെള്ളം കുറച്ചാ പോരായിരുന്നോ? വാട്ട് ഈസ് ദിസ്? ഇത്ര അളവ് വേണം. അത്ര വേണം. ഈ ഹാഫ് കെ ജി കേക്ക് ചെയ്യാൻ വെള്ളം എന്തായാലും ഇത്ര ഒരു അളവ് വേണം. ഓ ശരി ശരി. മൊത്തത്തിൽ ക്വാണ്ടിറ്റി ഇത്രയും വേണം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് മാത്രം നമ്മളൊന്ന് മതി മതി ശാശ മതി. ഇതിപ്പോ മതിയാവും. മതിയാവില്ലേ? കാരണം നമുക്ക് ജസ്റ്റ് ഒരു മധുരം വേണമെന്നേ ഉള്ളൂ, പിന്നെ വെള്ളമായി പോകരുത്. ഇത് എന്തിനാ ആക്ച്വലി? കേക്ക് സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇൻ കേസ് കേക്കിന് മധുരം കുറഞ്ഞാലും സേഫ്റ്റി ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു മധുരം വരും. പിന്നെ നമ്മള് കേക്ക് സെറ്റ് ചെയ്യാൻ നേരം ഇത് സോക്ക് ചെയ്യുമ്പോഴത്തേക്കും കേക്ക് ഭയങ്കര സോഫ്റ്റ് ആവും. പക്ഷെ ഓവറായി പോകരുത്. ഓവറായി പോയി കഴിഞ്ഞാൽ ഓവറായി പോകാൻ പാടില്ല. ബിക്കോസ് ഓവറായി പോയി കഴിഞ്ഞാല് നമ്മൾ കട്ട് ചെയ്യുമ്പോ നമുക്ക് കഴിക്കുമ്പോ ആ ഫീൽ ചെയ്യും, ലിക്വിഡ് ഫീൽ ചെയ്യും. ഞാൻ ഇത് അങ്ങനെ ഓവറായി പോയിട്ടില്ല. പണ്ട് ആദ്യമൊക്കെ ഷുഗർ പാനിയാണല്ലോ യൂസ് ചെയ്തോണ്ടിരുന്നത്, പഠിച്ച് തുടങ്ങിയ കാലം. ഓക്കെ, അപ്പത്തേക്കും ഷുഗർ പാനി കൂടി പോയിട്ടുണ്ട്, ഈ സോക്ക് ചെയ്തിട്ട് അത് കൂടി പോയിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റി, നമുക്ക് ഇത് എനിക്കിങ്ങനെ പോരാന്ന് തോന്നിട്ട് വീണ്ടും വീണ്ടും കൊരി വെച്ചു അങ്ങനെ. പക്ഷെ കഴിച്ചപ്പം ഈ നമ്മളിപ്പോ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ ഒരു ലിക്വിഡ്, നമ്മൾ ചില ബേക്കറിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്തുനിന്ന്. അത് ഈ കൂടി പോകുമ്പോഴാണ് അങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് ഉണ്ടാക്കി അബദ്ധം പറ്റിയപ്പോൾ മനസ്സിലായി. വീട്ടുകാരുടെ അവസ്ഥ പാവം. വീട്ടുകാരിലെ ഫസ്റ്റ് കേക്കൊക്കെ കഴിച്ച് വിധുക്കുട്ടന്റെ ബർത്ത്ഡേ കേക്ക് എന്തായിരുന്നു ഫസ്റ്റ് പറയാ, അതിലെന്തോ ഇങ്ങനെ സോക്ക് ചെയ്തപ്പോ ആക്ച്വലി ഇതിൽ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ അല്ല, ടേസ്റ്റ് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ ഷുഗർ പാനി വരുമ്പോ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ, ആ ഒരു ലിക്വിഡ് സാധനത്തിന്റെ ഇത് വരുമ്പോ. അതിങ്ങനെ സെപ്പറേറ്റ് മുന്നോട്ട് നിൽക്കുമ്പോ അത് വേണ്ട. അപ്പൊ നമ്മൾ ആവശ്യത്തിന് സോക്ക് ചെയ്ത് കൊടുക്കുക, ഒരുപാട് വേണ്ട. ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഒരു ചെറുതായിട്ട് ആ ഒരു കേക്ക് സോഫ്റ്റ് ആയി എന്ന് മനസ്സിലാവുമ്പോ അത്ര മതി. പിന്നെ ആക്ച്വലി ഞാൻ വീട്ടിലിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇത് സോക്ക് ചെയ്യാറ് പോലും ഇല്ല. കാരണം കേക്ക് ഓൾറെഡി സോഫ്റ്റ് ആണ്. പിന്നെ നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ കേക്ക് എങ്ങാനും ഹാർഡായി പോയി കഴിഞ്ഞാൽ, കുറച്ച് ഭയങ്കര സോഫ്റ്റ് അല്ലാതെ കുറച്ച് ഹാർഡായി റഫായി പോയി കഴിഞ്ഞാൽ ഇത് ഒഴിക്കുമ്പോഴത്തേക്കും കേക്ക് സോഫ്റ്റ് ആവും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ആക്ച്വലി സോക്ക് ചെയ്യാറില്ല, ഡയറക്റ്റ് ക്രീം ഇട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പം അങ്ങനെ കേക്ക് ഓൾറെഡി സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല. പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇതെല്ലാം ചെയ്യും. അപ്പൊ വീട്ടുകാർക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കും, ഇതൊന്നും ചെയ്യാറില്ല. അങ്ങനെയല്ല, അത് ആക്ച്വലി പ്രശ്നമില്ല, മനസ്സിലായ? സോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം കറക്റ്റ് ആയിരിക്കും. കേക്കും സോഫ്റ്റ് ആണെന്ന് നമുക്ക് കേക്ക് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ, കേക്ക് സോഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ പിന്നെ നമ്മളിത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇതാകുമ്പോൾ ഇത് നമുക്ക് അറിയാമല്ലോ, നമുക്ക് പിന്നെ ഒരു അപ്പൊ ഇതുണ്ട്. ഇത് അങ്ങനെ നിർബന്ധം ഇല്ല ആക്ച്വലി. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ സോക്കിംഗ് നിർബന്ധം ഇല്ല. പിന്നെ ചെയ്താൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിത് കുറച്ചു നേരം ഫ്രിഡ്ജ് വെക്കാം. എന്നുവെച്ചാൽ തണുത്ത് കിട്ടുമല്ലോ, കേക്കിൽ മൊത്തത്തിൽ എല്ലാം ഇങ്ങനെ തണുത്തിരിക്കുമ്പോഴാണ് നല്ലത്. അപ്പൊ അതിന് വേണ്ടി ജസ്റ്റ് വെക്കുന്നുള്ളൂ. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും ക്രീം ബീറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് കുറച്ചു നേരം ഫ്രിഡ്ജ് വെക്കുന്നത്, വെളി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഫ്രിഡ്ജ് വെക്കാം എന്ന് ഓർത്തിട്ട് ഫ്രിഡ്ജ് വെക്കുന്നേ ഉള്ളൂ. ഇതിന്റെ അടപ്പ് വേണം. അടപ്പളവ് നിൽക്കാണ്ട് അടപ്പ് ഇവിടെ പോയി കാണാൻ പറ്റുന്നില്ലല്ലേ? അല്ല, അടപ്പ് അകത്തിരിക്കുന്നത്. ഞാൻ പോയി അടപ്പെടുത്തിട്ട് വന്നിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതാണ്. ഓക്കെ, എന്താണ് ചെയ്യാൻ പോണത്? നമ്മൾ ക്രീം ഫ്രീസറിൽ വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഓക്കെ, ബീറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഓടിക്കോ. കാരണം ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഒത്തിരി സമയം ക്രീം ഇങ്ങനെ വെളിയിൽ വെച്ച് തിരിച്ച് വീണ്ടും അത് ചൂടാക്കണ്ടല്ലോ. ക്രീമിന്റെ കൂടെ ഇത് ആഡ് ആക്കാൻ പോണം. പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൗഡർ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ടീസ്പൂൺ അല്ലേ ഇത്?
ടീസ്പൂൺ അല്ല, ഇത് ടേബിൾ സ്പൂണും അല്ല, ഒരു ഇത്ര സൂപ്പ് കുടിക്കാനുള്ള സ്പൂണാണ്. ഇത്ര ഇങ്ങനത്തെ ഒരു സ്പൂൺ. ഓക്കെ ഓക്കെ ശരി. ഇതിനൊരു എൻ്റെ ഒരു അളവെന്ന് വെച്ചാൽ 1 2 3 എൻ്റെ പൊന്നെ 4 എടുത്തു. എടുത്ത് പീക്കൂല അതില്. എന്തൊരു ഡേ. എനിക്ക് ഇങ്ങനെ കിട്ടാലേ സമാധാനമുള്ളൂ. ഇത്ര ഇട്ടു. പക്ഷെ അല്ല, എന്നിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാലേ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ലാസ്റ്റ് അല്ല, ക്രീം ഫുൾ കംപ്ലീറ്റ് ബീറ്റ് ചെയ്ത് നിർത്തുന്നതിന് മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാം ലൈക്ക് ഇനി മധുരം വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് മധുരം, പക്ഷെ കസ്റ്റമർക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്കിപ്പം അങ്ങനെ ഓരോരുത്തർക്കും മധുരം ചോദിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു മീഡിയം മധുരത്തിൽ ചെയ്യുക. ഓവർ മധുരമായ പൊതുവെ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഓവർ മധുരാവാതെ ഒരു മിനിമത്തിൽ ചെയ്യുക. പിന്നെ എന്താണ് അല്ല, പിന്നെ മധുരം ഒട്ടും വേണ്ടെന്ന് പറയുന്നവർക്ക് നല്ല കുറച്ച് ആഡ് ചെയ്തത്, അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ഈ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഡ് ചെയ്യണ്ട, ബാക്കിയാണെങ്കിൽ ഇച്ചിരിയൊക്കെ. അല്ല, ഞാൻ പറഞ്ഞ ഞാൻ യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കൊക്കോ പൗഡർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ കറക്റ്റ് ഒരു അളവല്ല, ഇച്ചിരി ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് ഉള്ള അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. അല്ലാണ്ട് കൃത്യമായിട്ടൊരു ഓക്കെ. ഇപ്പൊ നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഒന്ന് സ്ലോയിന്ന് ഫാസ്റ്റ് ആക്കുന്നതാണ്. ഞാൻ വണ്ണിന്നാണ് തുടങ്ങുന്നത്. അല്ല, ഞാൻ അപ്പോ പറഞ്ഞ മുട്ട ബബിള് അതൊക്കെ ഈ ബീറ്റ് ചെയ്യുന്നതോ ക്രീമിന് അങ്ങനെ ഇല്ല. ക്രീമിന് എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ നല്ല കുട്ടിയാകുമ്പോൾ ഞാൻ ഓർത്തൊക്കെ ചോദിക്കുന്നു. ലോ സ്പീഡ് ടു ഹൈ സ്പീഡ് അത്രേ ഉള്ളൂ. ആദ്യം ഒന്ന് ഇത് ഫുൾ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി വരിക, എന്നിട്ട് പതിയെ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇതിപ്പോ ഒരു വലിയ ബൗളല്ലേ, നമ്മൾ തീരെ ചെറിയ ബൗളാണെങ്കിൽ വെളിയിലൊക്കെ തുറക്കും. ഇതാണെ തന്നെ നമ്മൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആകും. അപ്പൊ നമ്മൾ അത്രക്ക് വേണ്ട, അത്ര വേണ്ട. പിന്നെ സ്റ്റാൻഡ് മിക്സർ ഒക്കെ ആണെങ്കിൽ അതിന് മറ്റേ അടപ്പുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ വെളിയിലാവത്തില്ല. എത്ര നേരമാണ് ചെയ്യേണ്ടത്? ഒരു 15 മിനിറ്റ് എടുക്കുമായിരിക്കും. 15 മിനിറ്റാ ചെയ്യണം. എന്താ ഇത് നോക്കേണ്ടത്? ഇതിപ്പോ കുറച്ചുകൂടെ ക്രീം പൊങ്ങിയില്ലേ, കണ്ടോ? കുറച്ചുകൂടെ വിപ്പായി, അതിന്റെ കൺസിസ്റ്റൻസി മാറി മാറി വരുന്നുണ്ടില്ലേ. നമ്മൾ കുറച്ചുകൂടെ കുറവല്ലേ ഒഴിച്ചത്, പക്ഷെ അത് വിപ്പായി വിപ്പായി വരുമ്പോ കൂടി കൂടി വരും. പൊങ്ങി വരും. തെറിക്കോ ലാസ്റ്റ്? ഇല്ലല്ലോ, പൊങ്ങി 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 തെറിക്കും. ഇതിന്റെ വെളിയിൽ പോകത്തില്ല, കാരണം നമ്മളിപ്പോ എടുത്തേക്കുന്ന അളവിന് ഈ ബൗള് കറക്റ്റ് ആണ്. അപ്പൊ അത് വെളിയിൽ വരില്ല. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചൊക്കെ ഡ്രോപ്സ് ഒക്കെ ഇത്രയൊക്കെ ആയി കഴിയുമ്പോ നമുക്ക് പിന്നെ ഫുൾ സ്പീഡ് ഇടാം. ഇത്രയൊക്കെ ആയല്ലോ, ഫുൾ സ്പീഡ്. ആദ്യമേ ഫുൾ സ്പീഡ് ഇടേണ്ട ആവശ്യമില്ല. ക്രീമും നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ലൂസാവും. നമുക്കൊരു സ്റ്റിഫ് കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കേക്കിൽ അപ്ലൈ ചെയ്ത് കേക്കിൽ ഇടാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റുന്നത്. ക്രീം ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കണ്ടോ? കൺസിസ്റ്റൻസി മാറി. ഇതിപ്പം ഭയങ്കര ലൈറ്റ് കളറാണ്, അപ്പം കുറച്ചുകൂടെ കൊക്കോ പൗഡർ വേണം എന്നാണ് മനസ്സിലാകുന്നത്. From making 5000 cakes. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സംഭവം നമുക്ക് ഈ ഗണാഷ് വേണമെങ്കിലും ആഡ് ചെയ്യാം കൊക്കോ പൗഡറിന് പകരം. ഞാൻ പണ്ട് ഈ ഗണാഷ് ആണ് ഇതിൽ ആഡ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ ഈ കൊക്കോ പൗഡർ നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. അതുകൊണ്ട് ഞാൻ ഇപ്പോ കൊക്കോ പൗഡർ തന്നെയാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് അതായാലും യൂസ് ചെയ്യാം, അത് ഓക്കെയാണ്. ഇല്ല, ഇതിപ്പോ ഈ കൊക്കോ പൗഡർ ആയതിന് ടേസ്റ്റ് ഡിഫറൻസ് ഇല്ല. അവരെ പണ്ട് ഞാൻ ഏതാ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബ്രാൻഡ് എനിക്കറിയില്ല. പക്ഷെ അത് ആയിരുന്നപ്പോ എനിക്ക് അത്ര സുഖം തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ ഗണാഷ് തന്നെ ആഡ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് ആയ ശേഷം കൊക്കോ പൗഡർ നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ സ്പീഡിൽ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇത് മതി. കണ്ടോ? ഇത് ഇങ്ങനെ ഇതാണ് കൺസിസ്റ്റൻസി. കണ്ടോ?
കണ്ട ഈ കീപ്പ് പിടിക്കണം, ആ വരണുണ്ട് അതിങ്ങനെ നിക്കുന്നുണ്ട. ഓ അങ്ങനെ. നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ആ സ്റ്റിഫ്നെസ്. ഓ ഇതിങ്ങനെ ശരി ശരി. അനങ്ങില്ല. ഓ അനങ്ങില്ല എന്നല്ല, നേരത്തെ ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നല്ലോ. കാണാൻ തന്നെ നല്ല ടേസ്റ്റ്. ഞാൻ തീർക്കട്ടോ, കഴിച്ച് തീർക്കട്ടോ. ഇതിൽ മുട്ടല്ലോ അല്ലേ, അപ്പം ഭാഗ്യം. ഇതിൽ മുട്ടയില്ല, ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നൈറ്റ് ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് നക്കാം. ടേസ്റ്റർ കേക്കാണ്. ടേസ്റ്റർ കേക്ക്. സോ ഓൺലി ദ ക്വാളിറ്റി ഹാസ് ഇംപ്രൂവ്ഡ് വെരി മച്ച് ദീസ് മന്ത്സ്. ഓക്കെ ഗൈസ്, കൂട്ടുകാരെ അമ്പടെ പുൾസോ. കാണാൻ നല്ല രസമുണ്ട് കൂട്ടുകാരെ അല്ലേ. ഇതിങ്ങനെ ആ ക്ലീൻ ആയിട്ട് ഇതിനൊക്കെ എടുക്കുക. നമ്മള് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കുക. അതിനൊക്കെയാണ് ഈ സ്പാറ്റില നല്ലത്. ഓ സ്പാച്ചില. വേറെ ഒന്നും വെച്ചത്ര വരില്ലല്ലോ. ഈ സ്പാച്ചില ഐഡിയ എവിടെയാണ് നീ കണ്ടുപിടിച്ചത്? അത് പൊതുവെ ബേക്കിങ്ങിന് എപ്പോഴും എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇപ്പൊ കറക്റ്റ് ഓർമ്മ കിട്ടണില്ല. വെരി ലോങ് ബാക്ക്. മേ ബി വീഡിയോസിലൊക്കെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോയപ്പോ ചിലപ്പോ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും സ്പാറ്റില വാങ്ങുന്നതിനെ പറ്റി. കാരണം ഈ നൈഫും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്ന് പോയപ്പോ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതും അതുപോലെ ആവാനാണ് ചാൻസ്. ഞാൻ പിന്നെ കിച്ചണിലും ഇപ്പൊ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കിച്ചണിലും ഇത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, നല്ലതാണ്. എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ ക്ലീൻ ആയിട്ട് എടുക്കാൻ പറ്റും, ഒന്നും വേസ്റ്റ് ആവില്ല. ഇനി ഇത് നമുക്ക് കുറച്ചു നേരം ഇത് കണ്ടേ, ഈ ക്രീമിനി നമ്മളിങ്ങനെ കമത്തിയാല് വീടില്ല, കണ്ടോ? അതാണ് അതിന്റെ റൈറ്റ് കൺസിസ്റ്റൻസി. മാജിക് ആണ് അത്. ഞാൻ ഒരു സെക്കൻഡ് പേടിച്ചു പോയി കൂട്ടുകാരെ. ഞാൻ അടുത്ത് കമത്തൊന്ന് തോന്നുന്നുണ്ടോ കൂട്ടുകാരെ? ഇല്ല. സാധനം വെച്ച് ഞാൻ പരീക്ഷിക്കുന്നു തോന്നുന്നുണ്ടോ? മതി. ഇനി നമുക്ക് ലൈറ്റിന്റെ ചൂട് കാരണം ക്രീം മെൽറ്റ് ആവാൻ പാടില്ല. അതൊന്ന് റാപ്പ് ചെയ്തിട്ട്, ഞാൻ റാപ്പ് അകത്ത് വെച്ചൊക്കെ എടുത്തിട്ടില്ല. അപ്പൊ റാപ്പ് ചെയ്തിട്ട് ഞാൻ ട്രാൻസ്പെറന്റ് റാപ്പ്, അടപ്പ് നല്ല എയർ ടൈറ്റ് അടപ്പുണ്ടെങ്കിൽ അത് മതി. എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ ട്രാൻസ്പെറന്റ് റാപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ട്രാൻസ്പെറന്റ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. ആ സമയത്ത് നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. ഓക്കെ. ട്രാൻസ്പെറന്റ് റാപ്പ്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ സാധനത്തിന്. സൂപ്പർ സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ടെ. യൂസ്ഫുൾ ആണ്. അപ്പൊ ആർക്കും കൊടുക്കണ്ട, ഇതിനൊന്നും എടുക്കണ്ടല്ലോ, അപ്പൊ പിന്നെ തീരൂല്ലല്ലോ. ഇതൊന്നും എടുക്കണ്ടല്ലോ, അപ്പൊ പിന്നെ തീരൂല്ലല്ലോ. ട്രാൻസ്പെറന്റ് റാപ്പ് എടുക്കണ്ടെന്നാ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ പിന്നെ നീ വെച്ചോ, ആർക്കും കൊടുക്കണ്ട. റപ്പടിച്ചിട്ട് പാട്ടടിച്ചിട്ട് ഡാൻസ് കളി. സ്പൂൺ മതി. ഇത് വെച്ച് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് കഴിയാമല്ലോ. അപ്പോൾ ഞാൻ കേക്കിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ഗൈസ്. കേക്കാണ് നമ്മുടെ ടേസ്റ്റർ. കറക്റ്റ് ആണോ? ചോക്ലേറ്റ് മധുരം ഓക്കെ അല്ലേ? മധുരം കൂടിയില്ലല്ലോ. ബട്ടർ സ്കോച്ചിന് ടേസ്റ്റ് വരുന്നുണ്ട്. മധുരം ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്യാൻ പോവാണ്. ഞാനേ ഒരു 10 പ്രാവശ്യം ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയ്യിലാകുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുമ്പത്തേനും പോയി കൈ കഴുകും ഓരോ പ്രാവശ്യം. നമുക്ക് ഗ്ലൗസ് ഉണ്ടെങ്കിൽ കൈ കഴുകേണ്ട ആവശ്യം വരില്ല. ഗ്ലൗസ് വെച്ച് ചെയ്യാലോ. പക്ഷെ ഇതിപ്പോ ഞാൻ ഗ്ലൗസ് ഒക്കെ തീർന്നു, അപ്പൊ അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഒരു 100 വട്ടം പോയി കൈ കഴുകാം. ഇതിനെ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ തൽക്കാലം. താഴെ വെച്ചാലും മതി, എനിക്കിപ്പോ ഉടനെ ചെയ്യാനില്ല, അപ്പൊ ഒത്തിരി സമയം വെക്കേണ്ട ആവശ്യം വരില്ലല്ലോ. പിന്നെ ഇപ്പൊ ക്ലൈമറ്റും ചൂടായതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കട്ടെ. എന്നിട്ട് ആ സമയത്ത് നമുക്ക് കേക്ക് ലെയർ ചെയ്യാം, കട്ട് ചെയ്യാം. എന്താ ചെയ്യാൻ പോണ കൂട്ടുകാരെ? അപ്പൊ നമ്മള് ആദ്യം കൈ നല്ല വൃത്തി കഴുകിയിട്ട് വരിക. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ടേസ്റ്റ് മാറും. ഒരു ഹൈജീൻ രീതിക്ക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്ലൗസ് ഇപ്പൊ ഇവിടെ തീർന്നിരിക്കുകയാണ്. പിന്നെ കൈ വൃത്തിയെ കഴുകുകയാണെങ്കിൽ ഗ്ലൗസിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മള് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുമ്പോ എങ്ങനെയാണ് അതുപോലെയാണ്. പിന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഗ്ലൗസ് ഇടാം. ഒരു പ്രൊഫഷണൽ. നമ്മളിപ്പോ കേക്ക് ലെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ, ആദ്യമേ ഇതിന്റെ ബട്ടർ പേപ്പർ ഒക്കെ എടുത്ത് മാറ്റുക. ഇതാണ് ഹാഫ് kg അല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഇത് ഹാഫ് kg എന്ന് വെച്ചാൽ കേക്ക് മാത്രം ഹാഫ് kg ഇല്ല, കേക്കും ക്രീമും കൂടി വരുമ്പോഴാണ് ഹാഫ് kg ആവുന്നത്. 450 ഗ്രാം ആവുമ്പോ എന്ത് സംഭവിക്കും? അപ്പം 450 ഗ്രാമോ? ഹാഫ് kg എന്ന് പറയുമ്പോ 500 ഗ്രാം അല്ലേ? 500 ഗ്രാം. അപ്പം ചിലപ്പോ 450 ആയാ 450 ആയി പോവോ? ആയി പോയിട്ടുണ്ടോ ഇല്ല പോവാറുണ്ടോ? ഇങ്ങനെയാണ്. 450 ആയിട്ടില്ല, എനിക്ക് ആക്ച്വലി കൂടുതലായിട്ടുള്ളൂ. കൂടുതലായിട്ടുണ്ടല്ലേ? കാരണം ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്ത്
കൊടുക്കാം. കറക്റ്റ് ഹാഫ് kg എത്തിക്കുന്ന രീതിക്കൊക്കെ കേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ ചെയ്യാറില്ല. ഞാന് അങ്ങ് കൊടുക്ക് വാരി വലിച്ച് കൊടുക്കുകയാണല്ലേ. വാരി വലിച്ചു അങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. വലിയ വ്യത്യാസമില്ല. ഒരു കുറച്ച് ഗ്രാമൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുക. പിന്നെ കുറഞ്ഞു പോരുത് എന്നുള്ളതേ വിഷയമുള്ളൂ. കൂടിപ്പോയ കുഴപ്പമില്ലേ? കൂടിപ്പോയാൽ കുഴപ്പമില്ലല്ലോ. ഈ നൈഫ് ഇങ്ങനെ കയറ്റി കൊടുത്ത് വെട്ടുമല്ലേ? അതെ. ആക്ച്വലി ഇപ്പൊ വലിയ ലൈഫാണെങ്കിൽ സൗകര്യം ഉണ്ട്. വലിയ വൈഫല്ല നൈഫ്. ഓക്കെ. വൈഫ് ഈ നൈഫ് വെച്ചും ലെയർ ചെയ്തിട്ടുണ്ട്. വലുതാണ് ഈസി അല്ലേ? വലുതാണ് ഈസി. ഇത് വെച്ചും പറ്റും. കണ്ടോ? പക്ഷേ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും. മറ്റേ വലുതാണെങ്കിൽ ഇത്ര നീളം കിടക്കുകയല്ലേ, അപ്പൊ ഇതിന്റെ അകത്തൂടെ പോകും, കയറി ഇറങ്ങും. അതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ വലിയ ലൈഫ് യൂസ് ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് ഓഫീസിലൊക്കെ എന്തെങ്കിലും സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ കയറി ഇറങ്ങൂല, അതേപോലെ കയറി ഇറങ്ങൂലേ? അതുപോലെ കയറി ഇറങ്ങണ്ട. ഇത് പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റും. 3 ലെയറാണ് ചെയ്തത് ഇപ്പൊ. അതെ, 3 ലെയറാണ് ഞാൻ ചെയ്തത്. എന്തുകൊണ്ട് 2 ലെയർ ചെയ്തില്ല? എന്തുകൊണ്ട് 2 ലെയർ ആക്കിയില്ല? ലെയർ വേണമെങ്കിൽ ആക്കാം. പക്ഷെ കൂടുതൽ ലെയർ വരുമ്പോ അതിനകത്ത് അത്രയും ഫില്ലിംഗ് വരുമല്ലോ, ടേസ്റ്റും കൂടും. അപ്പൊ ഫില്ലിംഗ് വന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ പ്രൊഡക്ട്സ് കുറയ്ക്കാമല്ലോ. അപ്പൊ പിന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ലേ? പക്ഷെ അപ്പൊ 500 ഗ്രാം എന്നുള്ളത് 500 ഗ്രാം തന്നെ വേണമല്ലോ. അങ്ങനെ ആവണമല്ലേ? വെയിറ്റും കൂടെ. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോ എങ്ങനെയാണെങ്കിലും ചെയ്യാം. കാരണം നമുക്കൊരു അളവും കാര്യങ്ങളൊന്നും നിർബന്ധമില്ലല്ലോ. ജസ്റ്റ് കേക്ക് ഉണ്ടാക്കണം എന്നുള്ളതല്ലേ അവിടുത്തെ അജണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മൾ കേക്ക് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി പോയി കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്യണ്ടേ? ഇനി ക്രീം അടിക്കണം. അല്ല, ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. ഇനി ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ഷുഗർ പാനി അല്ല, മിൽക്ക് മെയ്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. അത് വെച്ച് നമ്മള് മറന്നുപോയി, ശ്രമിക്കോ? സ്റ്റുഡന്റ് ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കാം. ഇതുപോലത്തെ സ്റ്റുഡൻസ് നിങ്ങൾക്കും ഉണ്ടോ? അപ്പം നമ്മളാണ് ഇന്ത്യയുടെ ബാക്ക് ബോൺ. ഇതേപോലെ ബാക്ക് ബെഞ്ചസ്. അതെങ്ങനെ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ക്രീമൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. Okay, right. So the location has been changed to our yesterday's birthday function held location. Oh my god, English. Yeah, English. ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മിന്നാമിനിങ്ങാണോ? അപ്പൊ നമ്മള് കേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യം കുറച്ച് ക്രീം എടുത്ത്, ഇത് ഞാൻ ആക്ച്വലി എന്റെ കേക്ക് ഒന്നും അറിയണ്ട, അല്ലെങ്കിൽ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ള രീതിക്ക് പറയുന്നേ ഉള്ളൂ. ഓക്കെ, കാണുന്നവർക്ക് പലർക്കും പല കാര്യങ്ങളും അറിയായിരിക്കും. ഇത് ആക്ച്വലി ഒരു ഗമ്മിന്റെ എഫക്റ്റ് ആണ്, വേറൊന്നല്ല. കേക്ക് ഒട്ടിയിരിക്കാനേ താഴത്തെ ലെയർ, അല്ലെങ്കിൽ അതിങ്ങനെ സ്ലിപ്പായി പോവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ക്രീം ആക്ച്വലി അപ്ലൈ ചെയ്യണം. ഈ ബേസിൽ വെറുതെ അപ്ലൈ ചെയ്യണത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് കേട്ടാ. എന്താണ്? ഫെവിക്കോൾ ഒട്ടിച്ചെന്ത്? അപ്പോ എന്ത് സംഭവിച്ചാലും വീരില്ലല്ലോ. ഫെവിക്കോൾ എഡിബിൾ ആണോ? ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഓക്കെ, സെന്റർ ഒക്കെ നോക്കി വെച്ചാൽ നല്ലതാണല്ലേ? ആർക്കെങ്കിലൊക്കെ നല്ലതാവൂല്ലേ? ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ബ്രഷ് വെച്ചാണെങ്കിൽ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ബോട്ടിലൊക്കെ കിട്ടും ഇങ്ങനെ. മാഡം ഈ ബ്രഷ് കിട്ടില്ലെങ്കിൽ പെയിന്റ് ബ്രഷ് യൂസ് ചെയ്യാമോ മാഡം? പെയിന്റ് ബ്രഷ് പെയിന്റ് ചെയ്യാൻ ഉപയോഗിച്ചാൽ തൽക്കാലം. ആണല്ലേ? ഓക്കെ. ഇവിടെ പെയിന്റിംഗ് അല്ലല്ലോ ചെയ്യുന്നത്, ഇതും ഒരു ആർട്ടാണല്ലോ, പെയിന്റിംഗ് ആർട്ടാണല്ലോ. അപ്പൊ ആർട്ട് ഇൻടു ആർട്ട് ഈക്വൽ ടു ആർട്ട് സ്ക്വയർ. ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് കോൺടാക്ട് കേക്ക്. ദിസ് ഈസ് നോട്ട് തർക്കുത്തരം. എന്താണ് തർക്കുത്തരം? This is a eager of a student to learn the basics of the baking. അവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ കൂട്ടുകാരെ. ഇത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ എസ്കേപ്പ് ആവും. നല്ല ഞാൻ പഠിപ്പിച്ചിട്ടൊരു സ്റ്റുഡന്റിനെ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് അത്യാവശ്യം സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്രീം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ക്രീമിൽ തന്നെ നമ്മൾ വെച്ച് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ കേക്കിലേക്ക് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന്റെ പൊടി മൊത്തം ഇതിലേക്ക്, പൊടി വരാൻ ചാൻസ് കുറവ്, പക്ഷെ എന്നാലും കേക്ക് ഇങ്ങനെ ഇളകി ഇതിലേക്ക് വരും. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രീമിൽ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ. എന്തായാലും വേറെ ഒരു ഡൗട്ട് ആണ് മാഡം. പറഞ്ഞു. ഇത് എന്തായാലും വയറ്റിലല്ലേ പോണത്. അപ്പൊ പിന്നെ
ഇച്ചിരി പൊടി വന്ന് പറഞ്ഞിട്ട് ആ പൊടി പിന്നെ തിരിച്ച് വീണ്ടും ക്രീമിലേക്കാവും. നമുക്കപ്പം ക്രീം ബാക്കി ഇപ്പം നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ക്രീം വേണം, അതിലൊക്കെ നിറച്ച് പൊടി ഇരുന്നാൽ ഒരു സുഖമില്ല. പിന്നെ നമുക്ക് ക്രീം വേറെ കേക്കിന് യൂസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിൽ നിന്ന് അതിലേക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ നേരെ സ്പ്രെഡ് ആവില്ല, കേക്ക് ഇളകി ഇളകി വരും. ക്രീം വെട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട എല്ലായിടത്തും സ്പ്രെഡായി. ഇപ്പം ക്രീം നമ്മൾ ആവശ്യത്തിന് കൂടിയോ? ഡബിൾ ലെയർ ആയെന്ന് തോന്നുന്നു. ഡബിൾ ലെയർ എനിക്ക് ആക്ച്വലി സ്റ്റൂള് വേണമായിരുന്നു. സ്റ്റൂള് മറന്നേ, അതാകുമ്പോ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇത് നിന്ന് ചെയ്യുമ്പോ എനിക്ക് അത്ര കാണാൻ പറ്റില്ല. സ്റ്റൂൾ എടുത്തിട്ട് വരാം മാഡം. ഇല്ല, കയ്യിൽ എന്ത് കാണുന്നു? ആ ലെവലേ ക്രീമിന്റെ ഈവൻ ആയിരിക്കും അല്ലേ? ഓടായ പ്രശ്നമുണ്ടോ? ഓടായാലും കുഴപ്പമില്ല, ഓടിപ്പോണ്ടി വരില്ലേ? ചാടി പോകും. പിന്നെ ക്രീം കൂടി പോയോന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കുറച്ച് മനസ്സിലാവും. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. കൊള്ളാല്ലേ? ലോട്ട് ഓഫ് കലോറീസ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ടെംപ്റ്റിംഗ് ആയിരിക്കും. മതി, ലീക്ക് ആവൂലേ? ബാക്കി നമുക്ക് എടുക്കാലോ. ഇത് വെച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് തീരെ തിൻ ലെയർ ആണെങ്കിലേ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വെച്ചാൽ കുറച്ചൊരു തിക്കാണെങ്കിലാണ് ആ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. ടേസ്റ്റ് ரொம்ப മുഖ്യം. കാരണം ചോക്ലേറ്റ് ട്രഫിൾ നമ്മൾ ഓർഡർ ചെയ്യണ എന്തിനാണ്? ആ പക്ക ചോക്ലേറ്റ് ഒരു ടേസ്റ്റ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതിന് ഇത്രയൊക്കെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. എന്നും പറഞ്ഞ് കൂടി പോണ്ട, എന്നാലും ആവശ്യത്തിന് വേണം. എന്നിട്ട് നമുക്ക് ഇനി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് കേക്ക് ഒരു കേക്ക് ആവുന്നത്. സമോസ ആവോ? ഇല്ല, കട്ട്ലറ്റ്. പപ്സ് ആവില്ല. ഓക്കെ, ഇനി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്. ഇതിപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് അല്ലെങ്കിൽ ഗ്രേറ്റഡ് ചോക്ലേറ്റ് അതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടാലും ഓക്കെ ആണ്. ഇതിങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ടേസ്റ്റ് ഭയങ്കര സൂപ്പർ. കേക്കിന്റെ റേറ്റ് എത്രയാണ്? റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നത്. നമ്മൾ അടുത്ത ലെയർ വെച്ചു, അത് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ 3 ലെയറും ഇങ്ങനെ നിരത്തി എന്തെങ്കിലും കേക്ക് ബോർഡിൽ എന്തെങ്കിലും വെച്ചിട്ട് 3ഉം ഇങ്ങനെ സോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് സോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് ലെയർ ചെയ്ത് എന്നുവെച്ചാൽ ക്രീം ഇട്ടിട്ടേ ഇങ്ങനെ മേലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെയൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കൊന്ന് കൈ കഴുകണമായിരുന്നു. അടുത്ത ലെയർ വെച്ചു, ക്രീം ഇടുകയാണ്. സെയിം പ്രൊസീജിയർ തന്നെ, വേറെ ഒന്നുമില്ല. ഇത് ആക്ച്വലി ഡെഫിനറ്റ്ലി ഇത് കുറച്ച് ഓവർ അല്ലേ? ഇല്ലല്ലേ, യൂസ്വൽ ആണല്ലേ? ടേസ്റ്റ് നമുക്ക് കറക്റ്റ്. ഞാൻ നാക്കിലേക്ക് നോക്കുന്നത്, ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും നല്ലതായിട്ട് തോന്നുക. ആ ഒരു രീതിക്കാണ് ഞാൻ കേക്കിൽ ഇടുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു ചോക്ലേറ്റ് കേക്ക് ഫാൻ ആയതുകൊണ്ടും. പക്ഷെ എന്ത് സാധനമാണേലും നമ്മൾ ഓവറാക്കണ്ട, ഓവറാക്കിയാൽ കൊള്ളില്ല. ചോക്ലേറ്റ് പക്ഷെ ഓവറായാലും അല്ല, എന്നാലും ഇപ്പം ചിലപ്പോൾ മത്ത് പിടിക്കാം. ചിലർക്ക് ഇഷ്ടമല്ലാത്തവർക്ക്, ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പാടായിരിക്കും. പക്ഷെ ഇതിപ്പോ ക്രീമും കൂടെ ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ലെങ്കിൽ പോലും കഴിക്കാൻ ഓക്കെയാണ്. ഇതിപ്പോ എനിക്ക് കുഞ്ഞ് ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കേക്കിന്റെ മേലെ ഇടുന്നു. അല്ലെങ്കിൽ സാധാരണ ഞാൻ വലിയ ഗ്രേറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് കേക്കിലേക്ക് എടുത്തിടുക. ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നത് നല്ലതാണ്. ബിക്കോസ് നമുക്കിങ്ങനെ കേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം, നല്ല ടേസ്റ്റ് കൂടും, സന്തോഷമല്ല. ഇനി നമ്മുടെ ഫൈനൽ നമ്മൾ ആക്ച്വലി ഫൈനൽ ലെയർ ആയിട്ട് വെക്കുന്നത് കേക്കിന്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ലെയർ ചെയ്യുമ്പോഴേ കേക്കിന്റെ ഏറ്റവും താഴത്തെ ലെയർ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കേക്ക് അപ്സൈഡ് ഡൗൺ വെച്ചാണല്ലോ ലെയർ ചെയ്തത്. അപ്പൊ അതില് അപ്സൈഡ് ഡൗൺ വെക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് നമ്മുടെ ബോട്ടം ലെയർ. അത് ആ കേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ബോട്ടം ലെയർ. എന്നിട്ട് അതിന്റെ നടുക്ക് വരുമല്ലോ 3 ലെയറിൽ നടുക്കത്തെ ലെയർ ആണ് നമ്മൾ ഏറ്റവും മേളിൽ വെക്കാൻ യൂസ് ചെയ്യാറ്. കാരണം നടുക്കത്തെ ലെയർ കറക്റ്റ് ലെവലിൽ ആയിരിക്കും. നടുക്കത്തെ ലെവലും ഏറ്റവും താഴത്തെ ലെയറും കറക്റ്റ് ലെവലായിരിക്കും. ഈ നമ്മുടെ ഏറ്റവും മേളത്ത് ചിലപ്പോ ഒരു ഇച്ചിരിയൊക്കെ പൊങ്ങിയൊക്കെ പോയി കഴിഞ്ഞാലും അത് മിഡിലിൽ വെച്ച് കഴിഞ്ഞാൽ സേഫ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ മിഡിൽ ലെയർ ആണ് നമ്മളിപ്പം മേലെ വെച്ചേക്കുന്നത്. അത് ഞാൻ ലെയർ ചെയ്തപ്പോ പറയാൻ വിട്ടു. നന്ദിയുണ്ടെന്ന് നന്ദിയുണ്ടെന്ന് പറഞ്ഞു.
അതും വീണ്ടും സെയിം പ്രോസസ് അല്ലേ? ഷുഗർ പണി കൂടി പോവും. ഇത് ഇച്ചിരി ഇച്ചിരി ഇടുന്നുള്ളൂ കണ്ടോ, ഡ്രോപ്സേ വീഴുന്നുള്ളൂ, ഒരുപാട് ഇടുന്നില്ല ഞാൻ. ഡ്രോപ്സ് ലിറ്റിൽ ഡ്രോപ്സ് മേക്സ് എ മൈറ്റി ഓഷ്യൻ കേട്ടില്ല? ഉഫ്, എനിക്ക് വയ്യ. ഞാൻ ആ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. നീ ഏത് ക്ലാസ്സിലും പോയിട്ടുള്ളതെന്ന് കൂടെ പറയണേ. ഞാൻ നല്ല കുട്ടിയായിരുന്നു. പുള്ളം കമ്മത്ത് പോയി, ഇനി വേണ്ടല്ലോ ഇനി. വേണ്ട, പക്ഷെ നമുക്ക് അങ്ങനെ കേക്കിലേക്ക് ഓവറാക്കാൻ പറ്റില്ല. ഓവറാക്കാൻ പറ്റില്ലേ? അതുകൊണ്ട് ഞാൻ നിർത്തി. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നീ എന്താ ചെയ്യാൻ പോണതോ? ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ക്രീം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ബേസിൽ ചോക്ലേറ്റും പാലും എല്ലാം ആയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്. കേക്ക് ചെയ്യാൻ നല്ല പാടാണല്ലേ? ഇല്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈസിയാണ്. കാരണം നമ്മളിങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വലിയ പാടായിട്ട് എഫോർട്ടായിട്ട് തോന്നുന്നില്ലേ? എഫേർട്ട് ഇടണം, കുറച്ച് എഫോർട്ടും ഉണ്ട്, മെനക്കേടുണ്ട്. അതിപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ. പിന്നെ ഇഷ്ടമാണ് മെയിൻ അല്ലേ? ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. ഇനി നമ്മള് വീണ്ടും അതേപോലെ ആക്ച്വലി ഇത് നമ്മളിപ്പോ ഫസ്റ്റ് കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടായിരിക്കും സെക്കൻഡ് കോട്ടിങ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് അതാണ് നമ്മൾ ആദ്യത്തെ കോട്ടിങ്ങിന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. ഇപ്പം മേളിൽ നിന്ന് ചെയ്തിട്ട് താഴേക്ക് ചെയ്യുന്ന പ്രോസസ്സും ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല രസമുണ്ട്. ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതും കണ്ടോ, നമ്മൾ ക്രീമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ കേക്കിലേക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ക്രീം വെച്ച് ക്രീം ഇങ്ങനെ ക്രീമിന്റെ പുറത്ത് തന്നെ ഈ സ്പ്രെഡ് ആക്കുന്നു. ഈ പാലറ്റ് നൈഫ് വെച്ച്, ഇത് പാലറ്റ് നൈഫ് എന്ന് പറയും ഇതിനെ. ഇതിനെ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടോ. ആക്ച്വലി AC റൂം ആണെങ്കിൽ സൂപ്പർ ആയെന്നല്ലേ? അല്ല, സൂപ്പർ ആയെന്നല്ല, നമ്മളിത് ഫ്രീസറിൽ ചിലപ്പോൾ വെക്കേണ്ട ആവശ്യം പോലും വരില്ല. കാരണം ഓൾറെഡി നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ ക്രീമിന്റെ കൺസിസ്റ്റൻസി ഒന്നും മാറുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ച് എടുക്കേണ്ട കാര്യമൊന്നും വരില്ല അവിടെ. ചിലപ്പോഴേ വരും, കാരണം നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ സീനില്ല. അപ്പൊ അല്ലെങ്കിൽ മാത്രം നമ്മൾ വെച്ചാലും മതി. അപ്പൊ AC ഇല്ലാത്തോണ്ട് ഇപ്പൊ ഇവിടെ വെക്കണം. AC ഇല്ലാത്തോണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കും. എത്ര മിനിറ്റ് വെക്കണം? 5 മിനിറ്റ് 10 മിനിറ്റ്? ഒരു 10 മിനിറ്റ് ഒക്കെ മതി. ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതെല്ലാം അടച്ചു വെക്കണം. അടച്ചു വെക്കണല്ലേ? ഇല്ലെങ്കിൽ ഇത് പാട്ട് കയറും, പള്ളി കയറും. തുറന്നിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം കഴിഞ്ഞില്ല. അടച്ചു വെച്ചു. ഇതെന്താണ്? ഇത് സ്ക്രേപ്പർ ആക്രി പേര്. വെച്ച് ഇങ്ങനെ നമ്മള് ഇങ്ങനെ വെച്ചാണ് ചെയ്യണം. ഇങ്ങനെ വെക്കില്ല, ഇങ്ങനെ വെച്ച കേക്കിൽ നമ്മള് കുത്തും. ഇങ്ങനെ ചരിച്ചു വെച്ചാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി കേക്ക് ചെയ്തു തുടങ്ങിയ സമയത്തെ ഇങ്ങനെ എന്റെ ടീച്ചർ കാണിച്ചു തന്നതാണ്. ലൈക്ക് ബഡ്ജറ്റ് നമുക്കപ്പം അധികം ഉണ്ടാവില്ലെങ്കിൽ, ഇപ്പൊ തുടക്ക സമയത്ത് ചിലപ്പോൾ എല്ലാവർക്കും ബഡ്ജറ്റ് ഉണ്ടാവണല്ലോ. അപ്പൊ നമ്മുടെ പഴയ ATM കാർഡ്, യൂസ് ചെയ്യാത്ത ATM കാർഡൊക്കെ ഉണ്ടല്ലോ, അത് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതിന് പകരം ഉപയോഗിക്കും. സെയിം എഫക്റ്റ് ആണ്, വേറെ പ്രശ്നം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ഒക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇത് വാങ്ങിച്ചത്. എന്നുവെച്ചാൽ കേക്ക് ഇപ്പൊ എന്ത് സാധനമാണേലും അങ്ങനെയാണ്. പക്ഷെ കേക്ക് നമ്മളിപ്പോ ഇന്ന സാധനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റൂന്നില്ല. ഒരുവിധം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. കറക്റ്റ് ടൂൾസ് ഒക്കെ തന്നെ വേണം, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കാം. ചക്ക വേരിലും റൗണ്ടായി. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഈ മേളിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്ത് വിടണം. അപ്പം ലെവലാവും. അതിനാണ് ഇങ്ങനെ ചെയ്യണം. എഡ്ജസ് ഷാർപ്പാവും. ഇതിപ്പോ ക്രം കോട്ടിംഗ് ആണ്, ഓവറായിട്ട് ചെയ്യണമെന്നില്ല. ലൈക്ക് ഒരുപാട് നേരം ഇട്ട് ഇതാക്കണമെന്നില്ല, കുറച്ചൊന്ന് ചെയ്തു പോയാൽ മതി. കാരണം നമ്മളിതിന്റെ പുറത്തൂടെ ഇനി അടുത്ത ലെയർ വരുമല്ലോ ക്രീമിന്റെ. ആ ക്രീമും വെളിയിരിക്കണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് ക്രീം വലുതായിട്ട് മെൽറ്റ് ആയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, ചെയ്യുവാണ്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസർ വെച്ചിട്ടാവും. വെച്ചാൽ കുറച്ചുകൂടെ ഇത് ഫേം ആയി കിട്ടും, സെറ്റ് ആയി കിട്ടും. വെക്കാതെയും ചെയ്യാം, പക്ഷെ നമുക്ക് എന്നാലും മതി. ഇതിപ്പോ വലിയ ക്രീം മെൽറ്റ് ആയില്ല. ഇവിടെ ഈ വീടിന് ചുറ്റും മരമായതുകൊണ്ടും വിൻഡോസ് ഓപ്പൺ ആക്കിയത് കൊണ്ടും ഞാൻ അല്ലേ കൂട്ടുകാരെ,
അതെ കൂട്ടുകാരെ, Yeah, that is ഉറുമീസ്. അതാണ് ഉറുമിസ്. സീനല്ല, കൊള്ളാല്ല. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചെയ്താലാണ് നമുക്ക് കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണേ. പറ്റുന്നത് ഇപ്പൊ ഷേപ്പ് എന്താ ചെയ്യാൻ പോണു നീ? അങ്ങനെയല്ല, സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ. ഇപ്പൊ സ്മൂത്ത് അല്ല. ഇല്ല, കേക്ക് കാണാലോ ഇടയ്ക്കിടയ്ക്ക്. ഓ അല്ല, ഓ അങ്ങനെയാണ്. അപ്പൊ ഫ്രിഡ്ജിൽ വെക്കണോ? അപ്പൊ വേണ്ട വേണ്ട. അല്ല, ക്രീം ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ക്രീം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇടുന്ന സൈഡിൽ. ഓ ശരി ശരി ശരി. എന്നുവെച്ചാൽ നമ്മൾ ഇനിയിപ്പം ഇപ്പൊ കേക്ക് കാണാൻ പാടില്ലല്ലോ, അതല്ലേ. ഓ കൊള്ളാം. മേളില് നമ്മൾ ആക്ച്വലി കുറച്ചൊക്കെ കേക്ക് കണ്ടാലും കുഴപ്പമില്ല ഈ കേക്കിന്. എന്താന്ന് വെച്ചാലേ ട്രഫിൾ അല്ലേ, നമ്മൾ മേളിൽ കൂടെ എന്തായാലും ഈ ചോക്ലേറ്റ് സോസ് ഒഴിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഫിനിഷിങ് മേളി വരണം എന്നില്ല, പക്ഷെ സൈഡില് വരണം. അങ്ങനെ പിന്നെ സൈഡിലും കൂടെ ചോക്ലേറ്റ് കവർ ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത്രയും ഒരു ലെവൽ ക്രീം വേണം എന്നില്ല. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഈ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സോസ് വെച്ച് തന്നെ ഫുൾ കവർ ചെയ്തെടുക്കുവാണെങ്കിൽ. ഞാനിപ്പോ സൈഡ് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പൊ മേളില് മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ സൈഡിൽ ഇത്രയും ക്രീം ആഡ് ചെയ്തത്. ഓക്കേ. ഇതിന്റെ പേരെന്തോ പറഞ്ഞത്? ഏതിന്റെ? ഇതിന്റെ പേര് ATM കാർഡിന്റെ സ്ക്രേപ്പർ. സ്ക്രേപ്പർ. ഈ ചെറിയ നൈഫും ഒക്കെ പിന്നെ വാങ്ങിച്ചത്, അതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇതാ? ഇതും പാരറ്റ് നൈഫാണ്. ഓ, ഇത് നമ്മൾ പെയിന്റിങ്ങിന് ഉപയോഗിക്കും. ഇത് ആക്ച്വലി ഇതിന്റെ ഒരു സെറ്റ് സെയിം ആ ഒരു സെറ്റ് തന്നെയാണ് കേക്കിന്. എല്ലാം നേരത്തെ കേക്ക് പറഞ്ഞ പോലെ ആർട്ടാണല്ലോ, എല്ലാത്തിനും നമ്മളെല്ലാം ഉപയോഗിക്കും. ക്രീം ഓവറായ? ഇല്ലല്ല, കറക്റ്റ് ആണ്. ഇനി ഇതിൽ കൂടെ ഇത് ഒഴിക്കുമല്ലേ? ഇത് ഒഴിക്കുമ്പോ തീർന്ന ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെന്താ അങ്ങനെ? ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല, ക്രീമും അതും കൂടെ മിക്സ് ആയി പോകും. നമുക്കത് ഒഴിച്ചിട്ടേ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമല്ലോ, ഈ ലെവൽ ചെയ്യണമല്ലോ. അപ്പം അതിന് ചിലപ്പോ പറ്റില്ല. ഓ അങ്ങനെയാണ് കാര്യങ്ങളുടെ കട. കാരണം ഇതിപ്പം നമ്മള് AC-ലൊന്നും അല്ലല്ലോ ഇരിക്കണേ, അപ്പൊ മെൽട്ട് ആവാൻ തുടങ്ങും. അപ്പൊ പിന്നെ അത് മിക്സ് ആയി പോകും. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ആക്കാൻ വേണ്ടിട്ട് AC-ൽ വെക്കണം. ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ AC ഉണ്ടല്ലോ, അപ്പൊ AC പറയാലോ. അങ്ങനെയും പറയാം. കുട്ടീന്ന് എന്തൊക്കെ പഠിച്ചു കുട്ടി? കേക്ക് ഒരു വലിയ സംഭവമാണ് കുട്ടി. 3-4 മണിക്കൂർ പോകുന്നുണ്ട് കുട്ടി. കഴിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല കുട്ടി. വാട്ട് എഫോർട്ടാണ് കുട്ടി, സത്യം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പറയുന്നു അല്ലേ? പക്ഷേ സംഭവം യു ആർ എ പോളി ഓഫ് ദ സംഭവം. ഇതിന് ഇൻട്രസ്റ്റ്, നല്ല ഇൻട്രസ്റ്റ് ആണ്, ഇല്ലെങ്കിൽ മടുക്കും. എനിക്ക് സത്യം പറഞ്ഞ ക്ഷമയില്ലാത്തൊരു ആളാണ്. പക്ഷേ കേക്ക് ചെയ്യുമ്പോൾ മാത്രം കേക്ക് ചെയ്യാൻ മാത്രം എനിക്ക് ക്ഷമ. പിന്നല്ല, കാരണം ഇതിന് ക്ഷമ വേണമല്ലോ. പിന്നെ ക്ഷമ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കേക്ക് ചെയ്യാൻ മാത്രമേ എനിക്ക് ക്ഷമയുള്ളൂ. ചായയുടെ ക്ഷമയുണ്ടോ? ചായ ഇടാനൊന്നും കുഴപ്പമില്ല. കോഫി ഇടാനോ? അത് കേക്ക് എടുത്താണ് ചോദിക്കേണ്ടത്. കോഫി ഇടാൻ ക്ഷമയുണ്ട? കൊള്ളാം കൊള്ളാം. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിലും അതിലും നമുക്ക് ഒരു സമയത്തുമ്പോൾ മടുക്കും. എനിക്ക് ഡെയിലി ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ മടുക്കും. ഇന്ന ദിവസം ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ച് ഗ്യാപ്പ് എടുക്കാന്നൊക്കെ. പക്ഷെ കേക്കിന്ന് അങ്ങനെ ബ്രേക്ക് എടുക്കണം എന്നൊരു സംഭവം തോന്നിയിട്ടില്ല. കുറെ കേക്ക് ഉണ്ടെങ്കിൽ അത്ര സന്തോഷം. പിന്നെ പാത്രം അതനുസരിച്ച് ലോഡ് ആവും, അത് വേറെ കാര്യം. വേറെ സംഭവം ഇതാണല്ലേ, പാത്രം ബേക്ക് ചെയ്ത് കഴിയുമ്പോ അടുക്കള സിങ്ക് ഫുൾ ആവും. ഒരു കേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയ്ക്കേ പാത്രം വരത്തുള്ളൂ. പക്ഷെ 3 കേക്കൊക്കെ സെയിം ഡേ ഉള്ള ദിവസം പണിപ്പാളും. കേക്കും വരണം അല്ലേ? പക്ഷെ കേക്ക് വേണം. പാത്രം കഴുകാൻ പണ്ട് അമ്മ ഉണ്ടായിരുന്നു, ഇപ്പം കേക്ക് ഉണ്ട്. അത് നാനേ പാത്രം കഴുകണതും നാനേ. അത് ഞാൻ കണ്ടില്ല, കേക്കിലായോണ്ട് സൗണ്ട് നോക്കി. കേക്കിലായതുകൊണ്ട് ഒന്നും കാണൂല, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇത് ടിഷ്യൂ പേപ്പർ തുടങ്ങുന്നവരും വെള്ളത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഞാനിങ്ങനെ ശീലിച്ചത് കൊണ്ട് നീ ഇങ്ങനെ ചെയ്യും. തളത്തിരിച്ചവർ ഒന്നാകിയ ബാലനെ കൊട്ടാരം മാനപ്പെട്ടാൽ പെടുമ്പത്. തലതെറിച്ചവർ ഒട്ടാകെ, ഞാൻ മാത്രല്ല ഇവിടെ ഉള്ളവരും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കേ,
ഇനി നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. ബാക്കി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുമോ? അങ്ങനെയൊക്കെ ചെയ്യാല്ലേ. ബർത്ത്ഡേ കേക്ക് അല്ലേ, അപ്പൊ കുറച്ചൊരു ഭംഗിക്ക് സൈഡിൽ ചുമ്മാ ഒരു എസ്തെറ്റിക് ഡിസൈൻ ഒക്കെ ഈ നൈഫൊക്കെ വെച്ച് ചുമ്മാ കുറെ ഡിസൈൻ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ലുക്കാവും. പക്ഷെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അത് ചെയ്യാൻ ക്ഷമ വേണം. പക്ഷെ എന്നാലും അത് ജസ്റ്റ് ഒരു ഡിസൈൻ ആണ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ കേക്കിനൊരു ലുക്ക് വരും. ഇവരിപ്പോൾ കസ്റ്റമൈസ് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിസൈൻ ചെയ്യാതെയും കൊടുക്കാം, പക്ഷെ മര്യാദ ഉണ്ടല്ലോ. പിന്നെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് കസ്റ്റമേഴ്സ് പറയുകയാണെങ്കിൽ മാത്രമേ കളർ യൂസ് ചെയ്യാനുള്ളൂ. ഞാൻ കേക്ക് ബേക്കിംഗ് ഇങ്ങനെ ഒഫീഷ്യലി തുടങ്ങുന്നതിന് മുന്നേ കളർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കളറുള്ള ഡിസൈനുള്ള കേക്കൊക്കെ വാങ്ങിക്കാൻ. പക്ഷെ കളർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സീനാണ്. എഡിബിൾ ആണെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതൊന്നും അല്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അതുകൊണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞാൻ പറയും അത്ര സീൻ ആണെന്ന് അല്ലേ. ഇതിങ്ങനെ ഇപ്പൊ ക്ലീൻ ചെയ്താൽ എളുപ്പമുണ്ട്. തണുപ്പിച്ച് ഈ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പം പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പാലറ്റ് ഇല്ല ഇത് വെച്ച് സ്പാറ്റില വെച്ച് ഇങ്ങനെ സൂക്ഷിച്ച് എടുത്ത് അതൊന്ന് വേറെ തുടച്ച് കളയണം. ഓക്കെ, അങ്ങനെ. പിന്നെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഫൈനൽ റൗണ്ട് അല്ലേ ഇത്? ഫൈനൽ. ഇനി ഉറങ്ങാമല്ലോ, ക്ലാസ് അപ്പോൾ തീരും. രാവിലെ തുടങ്ങിയ ക്ലാസ്സാ. ഇതിനി നമ്മൾ ഇതിലേക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിലേക്ക് ഒഴിക്കണം. ഫുൾ കമത്തണോ എങ്ങനെയാണ്? കമത്തല്ലേ. ഫുള്ളങ്ങടുത്ത് കമത്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ ഒരു കൺസിസ്റ്റൻസി ഇത്ര ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. കട്ട പിടിച്ച് കിടക്കുമല്ലോ. നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്യാന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതൊന്ന് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ച് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ എന്നിട്ട് ടിഷ്യൂല് തുടയ്ക്കണം, അല്ലെങ്കിൽ വീണ്ടും ക്രീം ഇതിലിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ ജസ്റ്റ് തുടയ്ക്കുക. കേക്ക് ഫുൾ ഇതേപോലെ തന്നെ ചെയ്യുക, അത്രേ ഉള്ളൂ. വൈറ്റ് കേക്കിലൊക്കെ ജസ്റ്റ് ഇത് മാത്രം ചെയ്തിട്ട് 2 പൂവും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ കേക്കിന്റെ ലുക്ക് അങ്ങ് മാറും. ചെയ്യാൻ കുറച്ച് മെനക്കേട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഇരുന്ന് ചെയ്യണം. സോഫ്റ്റ് ആയിട്ട് ചെയ്യണം, ഒരുപാട് കേക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലേ, അവസാനം കുത്തിയിരിക്കും. സ്റ്റുഡന്റ് ചെയ്ത് നോക്കുന്നോ? സ്റ്റുഡന്റ് ചെയ്ത് നോക്കിയാൽ കേക്ക് വേണ്ടി ചെയ്യേണ്ടി വരും ഒന്നേന്ന് ഫ്രം ദ ഫസ്റ്റ്. സോ ഇറ്റ് ഈസ് ബെറ്റർ അല്ലേ. കൂൾ കൂൾ കൂൾ. ലൈറ്റ് ഓഫ് ആക്കിയിട്ടുള്ള എഫക്റ്റ് ആണ് കൂട്ടുകാരെ. അടിപൊളി കൊള്ളല്ലോ. ധൂം 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 പുച്ചല്ലേ. വാട്ട് ആർട്ടിസ്റ്റ് ഡ്രോയർ. കൊള്ളാം. ചെയ്തിരുന്ന കൂട്ടുകാരെ ആ ഡിസൈൻ ചെയ്ത് തീർന്നു. കൊള്ളാം. ഇതിനിപ്പോ ചോക്ലേറ്റ് മേളി വരുമ്പോ ഒത്തിരി ഒന്നും പുറത്ത് കാണില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ചെയ്തെന്നുള്ളൂ, കാണുന്ന ഭാഗത്ത് കാണട്ടെ. ഓക്കേ, സോ വി ആർ അപ്ലൈയിങ് ദ ചോക്ലേറ്റ് മിക്സ്. Nice. The cake is coming on the way. I am waiting to sleep. ജോയിക്കും വരുന്നു വെയിറ്റിംഗ് ഫോർ വാട്ട് എന്ന്. അത് കൊള്ളായിരുന്നല്ലോ തന്നെ. മറ്റേ സൗണ്ട് എഫക്ട്സ്. മറ്റേ വിജയുടെ ഏത് സിനിമയിൽ മറ്റേ ഇങ്ങനെ ചെയ്യൂലേ, മറ്റേ മനുഷ്യന്റെ പേര് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മറ്റേ വിവേക് എന്ന് പറഞ്ഞ ആക്ടർ ഇല്ലേ, കേട്ടിട്ടുണ്ടോ? കുശിയിലെ തന്നെ ഉദ്ദേശിച്ചത്. നവീന കുഴപ്പമില്ല, വിഷമിക്കാൻ പാടില്ല, ലാവിഷാണ് ഇവിടെ. ക്യാമറ ഓഫ് ആണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ നക്കാം. നക്കാല്ലേ? ഞാൻ ഡയറ്റിലായതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? പേപ്പറിലായതുകൊണ്ട് ഞാൻ നക്കൂലേ? പേപ്പറിൽ മറ്റേ ഒരു അതിന്റെ ഇങ്ക് വരൂലേ നമുക്ക് പേപ്പറിലെ നനവൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ബ്ലാക്ക് ഇങ്ക് ഇളകി വരും. ഡാർക്ക് ആവും അല്ലേ കൂട്ടുകാരെ? അതേ കൂട്ടുകാരെ, ഇതിലേക്ക് ഇങ്ങനെ ആയി പോയി കഴിയുമ്പോൾ സംസാരിക്കാൻ പാടില്ല. മതിയില്ലേ? എന്നാ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ? കൊള്ളാം. ഓക്കേ അല്ലേ? അടിപൊളി. ഇനി നമുക്ക് ഇതിങ്ങനെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടാ, എന്നിട്ട് അല്ല ക്രീം വെച്ചേ ജസ്റ്റ് എന്തെങ്കിലും മേളിൽ കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് എന്നാണ് പറയണേ, ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇതിപ്പോ വലിയൊരു നോസിൽ ഞാൻ എടുത്തത്.
അതിൻ്റെ അകത്ത് കയറ്റി വിടുക. ഇത് കയറ്റിയിട്ട് വെട്ടണം. കത്രി കൊണ്ടുവന്നില്ലല്ലേ? അപ്പം കടിച്ചു വെച്ച് കൊടുക്കുന്നത് ഇത് ഇതിലിട്ട് പറ്റില്ലേ? ഇതിൽ പറ്റില്ലേ? പറ്റില്ല എന്നാണ്. കറക്റ്റ് അല്ലേ? ആയാ ഓക്കെ ആണോ? നോക്കട്ടെ, കുറച്ചുകൂടി വെട്ടണം. എങ്ങനെ ഉണ്ട് നോക്കാം, ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു അപ്പോൾ കൂടിപ്പോയ വേസ്റ്റ് ആവും പേപ്പർ. അതുകൊണ്ട് പൈപ്പിംഗ് റേറ്റ് എത്രയാണ്? ഒരെണ്ണം 4 രൂപയോ 6 രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് അറിയില്ല സത്യം പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട്. ഞാൻ എപ്പോഴും പാക്കറ്റ് വാങ്ങിച്ച് ബൾക്ക് അല്ലേ? കാരണം ഇത് എനിക്കൊന്ന് ഇൻഡിവിജ്വൽ ഇതിനേക്കാളും ഞാൻ ഓൺലൈൻ വാങ്ങിക്കും. ഓ, ഓൺലൈൻ ലാഭം അല്ലേ? യാ, എന്ത് സാധനം ഓൺലൈനിലെ ലാഭം. എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്ത് എവിടെയെങ്കിലും കയറ്റി വെച്ച് നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് കയറ്റി നോക്ക്. അങ്ങനെയാണ് ചെയ്യാൻ പോണ. ടൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ക്രീം കറക്റ്റ് ഇതിൽ കൂടെ വരണം. നമ്മുടെ മൈലാഞ്ചി കോണിൻ്റെ അതേ. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? മൈ ഐഡിയ. ഐ എം ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്. സ്കൂളിൽ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിൽ നമുക്ക് കിടന്ന് ഉറങ്ങാനാണോ ഉദ്ദേശിച്ചത്? യാ. ഓക്കെ, ഡിസൈൻ എന്താണ്? കമോൺ വരട്ടെ. ഇങ്ങനെ ജസ്റ്റ് ഒരെണ്ണം കൊടുക്കുക. ഓക്കെ. പൂവ് പൂക്കൾ പൂക്കും തരുണം ആരുയിരേ പാത്തതാരുമില്ലയേ. വാ യാ യാ പോളിസാണ്. കടയിൽ നിൽക്കുന്ന പൊന്നോറേ കണ്ണാ പൊന്നു പൊന്നോറേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പക്ക. ഇതോറക്കണം, ഇത് മതി. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ്സും കൂടെ വെച്ച് കൊടുക്കാം. കൊള്ളാം, അടിപൊളി. ഓക്കെ അല്ലേ? അപ്പൊ തീർന്നു. ഇനി ടോപ്പർ കുത്തിയാൽ മതിയല്ലേ? അത് ടോപ്പർ കുത്താം. ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. കൊള്ളാം. ഇപ്പോൾ ഒരു ഭംഗി വന്നില്ലേ? ഓക്കെ, അപ്പൊ കേക്ക് കഴിഞ്ഞു. തീർന്നു. ക്ലാസ് തീർന്നു. ക്ലാസ് തീർന്നു. സംഭവം എന്താ വെച്ചാലേ, മൈക്ക് സൗണ്ട് ഉള്ളത് കൊണ്ട് ഫാൻ ഇടാൻ പറ്റില്ല. ഇതാണ് പിന്നെ അതാണ് കേക്ക്. ബാക്ക്ഗ്രൗണ്ട് ഉള്ളല്ലേ? ഇതിലിനി ഒരു മറ്റേ പ്ലക്കാർഡും കൂടെ വെക്കും. ടോപ്പർ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടോപ്പറും കൂടെ വെക്കും. ഫോട്ടോ കിട്ടിയോ? നല്ല ഫോട്ടോ കിട്ടിയോ? ഓക്കെ അല്ലേ? ഞാൻ ഫോട്ടോ വേണം. അപ്പം നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു കൂട്ടുകാരെ, ബൈ ദ എക്സ്പേർട്ട് മിസ്റ്റർ സേബർ. അപ്പം ഇനിയിപ്പോൾ കിടന്ന് പറയാൻ പോവാണ് കൂട്ടുകാരെ. ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ട്. എല്ലാം ഒരു കഷ്ടപ്പാടാണ് അല്ലേ? ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറെ മണിക്കൂറുണ്ട്. മണിക്യൂസ് ആൻഡ് മണിക്യൂസ് ഓഫ് ദ കഷ്ടപ്പാട് ഓഫ് ദ കേക്ക് മേക്കിംഗ് ആണ്. ഇനി അടുത്തൊരു കേക്ക് കഴിക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുക. നല്ല പാടാണ് എനിക്ക്. അവൾക്ക് പാടൊന്നുമില്ല, അവൾക്ക് പിന്നെ ഇരുന്നോളും. അതാണ്. അപ്പൊ നല്ല കേക്ക് വരില്ല എന്ന് എല്ലാരും മനസ്സിലാക്കിയോ? അതാ ഇന്ന് രാവിലെ ആരെങ്കിലും വിളിച്ചിട്ട് കേക്ക് ഉണ്ടോ കേൾക്കാറുണ്ടല്ലേ? അയ്യോ, വൈകുന്നേരം മതി ഒരു കേക്ക് തരുമെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിക്കും ഇനിയിപ്പോ 3-4 മണിക്കൂറിൽ കേക്ക് ആവാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. വേറെ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാത്രവും ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ജോലി അങ്ങനെയാണ് നമുക്ക് ചെയ്യാം. പക്ഷെ അത് ആക്ച്വലി ടാസ്ക് കൂടുതൽ, നമുക്ക് പണി കൂടുതലാണ്. പീസ് ഓഫ് മൈൻഡ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സമാധാനത്തിൽ കുറച്ച് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചിലര് ശരിക്കും വിളിച്ചു വെച്ചിട്ടുണ്ട്, കേക്ക് ഇത്തിരി സമയം പോരെ, ഇപ്പൊ ഇങ്ങെടുത്ത് തരും, ആ രീതിക്ക് ചോദിക്കുന്നവരും ഉണ്ട്. അറിയാത്തോണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ എന്ത് സാധനവും ഉണ്ടാക്കി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതെ, എല്ലാത്തിനും സമയം ഉണ്ടല്ലോ ദാസ. അതെ, അതുകൊണ്ട് കേക്ക് നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ സമയം എടുക്കും. ഇപ്പൊ ഈ എന്താ ലൈവ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പറയുന്നത് ആക്ച്വലി അവര് കേക്ക് സ്പോഞ്ച് റെഡിയാണ്, ക്രീം റെഡിയാണ്, കേക്ക് ഫ്രോസ്റ്റിംഗ് ടൈമാണ് അവർ 1/2 മണിക്കൂർ ചെയ്യുന്നത്. അല്ലാണ്ട് കേക്ക് ബേക്ക് ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്യാൻ എന്തായാലും 1/2 മണിക്കൂർ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് സമയം എടുക്കും. അതാണ് അപ്പം സംഭവം. അപ്പം കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി കേക്ക് ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ മെൽറ്റ് ആവൂല്ലേ? യാ. ഓക്കെ, ഗുഡ് നൈറ്റ്.